ശങ്കിതശനകേ രാജ ദുർദർശമിവ തേജസാ മുജുകുന്ദ ഉവജാകോ ഭവാനിഹ സംപ്രാപ്തോ വിപിനേ ഗിരിഹരെ പത്യം പത്മവലാശാഭ്യം വിജരസ്വരകണ്ഡകേ കിം സിത്തേജസ്സിനം തേജ ഭഗവൻ വാ വിവാസോ സൂര്യസോമോ മഹേന്ദ്ര വാ ലോകപാലോ ഭരോ വിവാ മന്യേതം ദേവാനം ത്രയാണം പുരുഷം യദ്ഭാതസേ ഗുഹാദ്വാന്തം പ്രദീപ പ്രഭയാ യഥാ ശുശ്രൂഷതാമവ്യളിക അസ്മാകം ധരപങ്കവ സജന്മകർമ്മഗോത്രം വാ കദ്യതം യതിരോചനെ വയം ദു പുരുഷവ്യാക്രയൈക്ഷാഗക്ഷത്രമന്ദവ ഭുജുകുന്ദ ഇതി പ്രോക്ത യൗവനാശാത്മജപ്രവോ ചിരപ്രജാകര ശ്രാന്തോ നിദ്രയോ ബഹൃതേന്ദ്രിയം ശേസ്മിൻ വിജനെ കാമം കേനാപ്യുത്താപിതോദ്രാക്തോപി ഭസ്മീകൃതോ നൂനം ആത്മീയേനൈവ പ്രാപ്നാനന്തരം ഭവാൻ ശ്രീമൻ രക്ഷിതോ മിത്രസാധനഃ തേജസാ തേ അവ്യേഷഹ്യേണ ഭൂരിദ്രഷ്ടന്യ ശക്നമാ ഹതൗജസോ മഹാഭാഗാ മാനനീയോസി ദേഹിനം ഏവം സംഭാഷിതോ രാജ്ഞ ഭഗവൻ ബോധഭാവന പ്രത്യഹ പ്രഹസൻ വാണ്യാമേകനാദഗഭീരയാ ശ്രീഭഗവാനുവാചം ജന്മകർമാഭിധാനാനി സന്ധിമേംഗ സഹസ്രശ ന ശക്യന്ത്യോന സംഖ്യാതോ മനന്ദത്വാന്മയാഭിः ക്വചിർജംസി വിഭ്രമേ പാർത്ഥിവാന്യുരു ജന്മഭി ഗുണകർമാഭിധാനാനി ന മേ ജന്മാനി കർഹിത് കാലത്രയോപന്നാനി ജന്മകർമാണി മേ നൃപം അനുക്രമന്തോ നൈവാന്തം ഗച്ഛന്തി പരമർഷയാ തഥാപ്യത്യനാന്യംഗ ഋണക്ഷകൃതോ മമ വിജ്ഞാപിതോ വിരിഞ്ജന പുരാഹം ധർമ്മഗുപ്തേ ഭൂമേർഭാരായമാണാനം സരാണം ക്ഷയായ ജാവതീർണോ യദുക്കുലേ ഗൃഹ ആനകദുന്ദമേ വദന്തി വാസുദേവേദി വസുദേവസുതം ഹിമം കാലേ നേമിർഹദ കംസ പ്രംഭാദ്യശ്ച സദ്ദിശ അയം ജയവനോ ദഗ്ധോ രാജ്യംസ്തേ തിഗ്മചക്ഷുഷാം സോഹം തവാനുഗ്രഹാർത്ഥം ഗുഹാമേധാമുപാഗതാ പ്രാർത്ഥ്യ പ്രജുരം പൂർവം ത്വയാഹം ഭക്തവത്സലം വരാൻ വൃണീഷ രാജശ്ചേ സർവാൻ കാമാൻ ദദാമി തേ മാം പ്രപന്നോ ജനക്കശ്ചിന്ന ഭൂയോർഹതി ചോജിതം ശ്രീശുക ഉവാച ഇത്യുക്തസ്ഥം പ്രണമ്യഹ മുജുകുന്ദോ ഉദാനിതാ ജ്ഞാത്വാ നാരായണം ദേവം ഗർഗവാക്യമനുസ്മരൻ മുജുകുന്ദ ഉവാച വിമോഹിതോയം ജന ഈശമായ ത്വദീയാതാന്ന ഭജന്തനർത്ഥതൽ സുഖായ ദുഃഖപ്രഭേഷു സജ്ജതേ ഗൃഹേഷു യോഷിൽ പുരുഷശ്ച വഞ്ചിതം ലബ്ധാ ജനോ ദുർലഭമത്ര മാനുഷം കഥഞ്ചിതവ്യംഗമയത്നതോ നഖാം പദാരവഹതാരവിന്ദന്ന ഭജത്യ സന്മതിർഗുഹാന്തകൂപേ പതിതോ യഥാ പശു മമൈഷകാലോചിത നിഷ്ഫലോ ഗതോ രാജശ്രിയോന്നദ്ധമതസ്യ ഭൂപദേ മർത്യാത്മബുദ്ധേ സുധാരകോശഭൂഷാ സജ്ജമാനസ്യ ദുരന്തചിന്തയം കളേപരസ്മിൻ ഘടഗുഢ്യൻ സന്നിപേ നിരൂഢമാനോ നരദേവ ഇത്യകം പ്രദോരഥേ ഭാഷ്യപദാർത്ഥിനേകപൈർഗാംപര്യടം സ്ഥാഗണയൻ സുധർമ്മദം പ്രമത്തമുച്ചൈരി കൃത്യചിന്തയാ പ്രവൃദ്ധലോപം വിഷയേഷു ലാലസം തമപ്രവത്ത സഹസാഭിപദ്യസേ ചൊല്ലേലിഹാനോ ഹിരിവാമുഖാന്തക ഗുവന്തക പുരാവരദേഹേമ പരിഷ്കൃതേ ശരന്മദംഗജൈർവ നരദേവ സംഹിത സേവ കാലേന ദുരത്തേന തേ കളേഭരോ വിൽകൃമേ ഭസ്മ സംഹിതം നിർജിത്യ ചക്രമഭൂത വിഗ്രഹോ വരാസനസ്ഥ സമരാജവന്ദിത ഗൃഹേഷു മൈഥുന്യ സുഖേഷു യോഷിതം ക്രീഡാം മൃഗപൂരുഷ ഈശനീയതേ കരോതി കർമാണി തപസ്സു നിഷ്ഠിതോ നിവൃത്തഭോഗസ്തപേക്ഷയാ തൽ പുനശ്ച ഭൂയേയമഹം സരാഡിതി പ്രവൃത്തദർശോ ന സുഖായ കൽപ്പതേ ഭവാപവർഗോ പ്രമദോ യഥാ ഭവേഞ്ജനസ്യ തർക്യച്യുത സത്സമാഗമം സത്സംഗമോ യർക്കി തദൈവ സദ്ഗതോ പരാപരേശോദയി ജായതേ മതി മന്യേ മമാനുഗ്രഹ ഈശതേ കൃതോ രാജ്യാനുബന്ധ ഭഗവോദൃശ്യ പാർത്ഥ്യതേ ഭ്രാതുഭിരേകചര്യം വനം വിവീക്ഷൽഭിരഖണ്ഡഭൂമി വൈ ന കാമയേന്യം തവ പാദസേവനാ കിഞ്ചന പാർത്ഥ്യമത്തമാൽ പരം വിവോ ആരാധ്യകസ്തം ഹ്യപവർഗതം ഹരേ വൃണീതാര്യോ വരമാത്മബന്ധനം തസ്മാവിസൃജ്യാശിഷൈഷ സർവദ രജസ്തമസ്സത്വഗുണാനുബന്ധന നിരഞ്ജനം നിർഗുണമദ്വയം പരം താം ജ്ഞാപ്തിമാത്രം പുരുഷം പ്രജാമ്യഹം ചിരമിഹ വിജനാർത്ഥസ്തപ്യമാനോനുതാപേ അവിതൃഷജഷഡമിത്രോൽധ ശാന്തികതഞ്ജിൽ ശരണത സമപേദസ്ഥൽപദാബ്ജം പരാത്മൻ അഭയമൃതമശോകം പാഹി പാപന്നമീശാം ശ്രീ ഭഗവാനുവാചാം സർവമഹാരാജാമധ്യസ്ഥേ വിമലോർജിതാമരേ പ്രലോഭിതസ്യാഭി ന കാമ്യേ വിഹതായതം പ്രലോഭിതോ വരയത്ത അപ്രമാദായ വിദ്യത നധീർമയ്യേക ഭക്താനം ഈ ആശീർഭിർവിദ്യതേ യുഞ്ജാനാനാം അഭക്താനം പ്രാണായാമാദിഭിർമനം അക്ഷീണവാസനം ജാതം ദൃശ്യതേ പുനരുത്തം വിജരസമഹിം കാമം മയ്യാവേശിതമാനസം അസ്തേവ നിത്യത ദുർഭ്യം ഭക്തിർ മയ്യനപായിനി ക്ഷാത്രധർമ്മസ്ഥിതോ യന്തുന്യവധിർമഹയാദിഭേ സമാഹിതസ്തവസ്തസം
സമാഹിതത്തപസാ ജഹ്യകം മധുവാസുധ ജന്മന്യനന്തരേ രാജൻ സർവഭൂതസുഹൃത്തമാം ഭൂതാദിജവരസ്തം വൈ മാമുപൈഷ്യസി കേവലം സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യം സംവിധായം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ മുജുകുന്ദസ്തുതിർനാമൈക പഞ്ചാശത്തമോऽധ്യായः. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സഭിക്ഷുല്ലകാൻ മർത്യാൻ പശൂൻ വിരുദ്ധനസ്പതീൻ മത്വാ കലിയുഗം പ്രാപ്തം ജഗാദശമുത്തരാം തവ ശ്രദ്ധായുധോധീരോ നിസ്സംഗോ മുക്ത സംശയ സമാധായമൻ കൃഷ്ണേ പ്രാവിശം ഗന്ധമാദനം വിദര്യാശ്രമാസാദ്യ നരനാരായണാലയം സർവേ ദ്വന്ദ്വസകശാന്ത തപസാരാധയധരിം ഭഗവാൻ പുനരാവ്രജപുരി യമനവേഷ്ടിതാം ഹത്വാം ലേച്ഛബലം നിന്നെ തുതീയം ദ്വാരകാന്തനം നീയമാനേ ധനേഗോഭിർ നിർഭിച്ഛാച്യുതചോദിതൈ ആജകാമ ജരാസന്തത്രൈവിംശത്തിനേകമ വിലോക്യാവേകരഭസം ദിവസൈന്യസ്യ മാധവൗ മനുഷ്യജ്യേഷ്ഠാമ അവന്നോരാജൻ ദുദ്രുവരുദ്ധൃതം വിഹായ വിത്തം പ്രജനമഭീതോ ഭീരുഭീതവൻ പദ്ഭ്യാം പത്മബലാശാഭ്യാം ചേരദുർബഹുയോജനം പരായമാനോ തോ ദൃഷ്ട്വാമാഗത പ്രകസൻ ബലി അന്വതാപന്ദ്രധാനികരീഷയോരപ്രമാണവിൻ പൃഥുത്രയദൂരം സംസ്രാന്തോ തുംഗമാരുഹതാം ഗിരിം പ്രവശനാക്യം ഭഗവാൻ നിത്യത എത്ര വർഷതി ഇരോ നിലീനാവാജ്ഞായ നാദിഗമ്യാപദം നൃപാദാഹഗ്രിമേതോഭി സമന്താദഗ്നിമുത്സൃജൻ തദ ഉത്പത്തിതരസാദക്യമാനതടാദുഭൗ ദശകയോജനോത്തുംഗനിപേതുരദുരതോ ഭുവി അലക്ഷ്യമാണോരിമണാ സാനുഗേന സദൂത്തമോ സുപരം പുനരായാതോ സമുദ്രപരികാം നൃപ സോഭിദഗ്ധാപതിതുഷ്മിഷാമന്വാനുബലകേശവൗ ബലമാകൃഷ്ട്യാ സുമഹന്മഗതാൻ മാഗതോയൗ ആനർത്താധിപതി ശ്രീമാൻ ദൈവതോ രേപതിം സുതാം ബ്രഹ്മണാ ജ്യോതിതപ്രാദാത് ബലായേതി പുരോദിതം ഭഗവാനഭി ഗോവിന്ദ യമേ ഗുരുദ്വഹ ദൈദർഭി ഭീഷ്മകസൂതാംശയോ മാത്രാ സ്വയംവരേ പ്രമന്ദിതരസാരാജ്ഞ സ്വാൽവാദിം ചൈത്യപക്ഷവാൻ പശ്യതാം സർവലോകാനാം പാക്ഷിപുത്ര സുധാമിവ രാജോവാച ഭഗവാൻ ഭീഷ്മകസൂതാനുഗ്നീം രുചിരാനനാം രാക്ഷസേന വിധാനേന ഉപയമേതി ശ്രുതം ഭഗവൻ ശ്രോതുമിച്ഛാമി കൃഷ്ണസ്യാമിത തേജസാമിത മാഗതസാൽവാദിം ജിത്വാ കന്യാമുപാഹരത് ബ്രഹ്മൻ കൃഷ്ണകഥാപുണ്യമാദ്ഭിർ ലോകമലാപഹാം കോനു തൃപ്യേത ശൃണ്വാന ശ്രുതജ്ഞോ നിത്യനൂതന ശ്രീശുഗൗവാച രാജാസി ഭീഷ്മകോ നാമ വിദർഭാധിപധർമ്മഹാം തസ്യ പഞ്ച പവൻപുത്ര കന്യകാജവരാനന രുക്മ്യഗ്രജോ രുക്മരഥോ രുക്മബാഹുരനന്ദര രുക്മകേശോ രുക്മമാലി രുക്മിണ്യേഷാം സ്വസാസതി സോമശ്രുത്യ മുകുന്ദസ്യ രൂപവീരഗുണശ്രിയ ഗൃഹാഗതിർദീയമാനാസ്തം മേനെ തതർഷംപതിം താംബുദ്ധിലക്ഷണ ഉദാരി രൂപശീലഗുണാശ്രയാം കൃഷ്ണച്ച ദർശീം ഭാര്യാം സമുദ്രോടും മനോദദേ ബന്ധൂനാം ഇച്ഛതാം ദാതും കൃഷ്ണായ ഭഗിനീം നൃപ തതോ നിവാര്യ കൃഷ്ണദ്ഭിൺ രുക്മീ ചൈത്യമന്യത തദവേത്യാസിതാപാംഗി വൈദർഭീ ദുർമനാം വൃഷം വിജിത്യാപ്തം ദിശം കഞ്ചിത് കൃഷ്ണായ പ്രാഹിണോ ദ്രുതം ദ്വാരകാം സസമഭ്യേതി പ്രതിഹാരി പ്രവേശിത അപേക്ഷ്യതാദിം പുരുഷമാസീനം കാഞ്ചനാസനേം ദൃഷ്ട്വാ ബ്രഹ്മണ്യ ദേവസ്മവരുഖനിജാസനാത് ഉപവേശ്യാർഹയാൻ ചക്രേ യഥാത്മാനം ദിവോഗസ തം ഭുക്തമന്തം വിശ്രാന്തമോഗമ്യ സദാം സതിം പ്രാണിനാഭിവർഷൻ പാദാമഭ്യഗ്രസ്ത സമപൃച്ഛതാം കച്ചിൻ ദ്വിജവരശ്രേഷ്ഠധർമ്മസ്ഥേ വൃദ്ധസമ്മത വർത്തതേ നാദികശ്രേണ സന്തുഷ്ടമനസ സദാം സന്തുഷ്ടോ യർഹി വർത്തേത ബ്രഹ്മണോ യേന കേനചിത് അഹീയമാനസ്വദ്ഭാധർമാത് സഹ്യസ്യാഖിലകാമതും അസന്തുഷ്ടോ സകല്ലോകാനാപ്നോത്തവേ ധുരേശ്വരാം അകിഞ്ചനോപി സന്തുഷ്ടചേതേ സർവാംഗവിജ്വരാം വിപ്രാൻ സ്വലാഭസന്തുഷ്ടാൻ സാധൂൻ ഭൂതസുഹൃത്തമാൻ നിരഹങ്കാരണ ശാന്താൻ നമസ്യേ ശിരസാ സകൃത് കച്ചിദ്വകുശലം ബ്രഹ്മൻ രാജതോം യസ ഹി പ്രജാസുഖം വസന്തി വിഷയേ പാല്യമാനാ സമേ പ്രിയ യതസ്ത്വമാഗതോ ദുർഗം നിസ്തീരേഹ യദിച്ഛയാ സർവം ന ബ്രൂഹ്യ ഗുഹ്യം ചേത് കിം കാര്യം കരവാമതേം ഏവ സംപൃഷ്ട സംപ്രശ്നോ ബ്രഹ്മണ പരമേഷ്ഠിനാം ലീലാഗൃഹീതചേഹേന തസ്മൈ സർവമവർണ്ണയത് രുക്മിണ്യുവാച എന്നുള്ള അധ്യായത്തിലാണ് രുക്മിണി ഭഗവാൻ അയക്കുന്ന സന്ദേശമാണ് പാരായണം ചെയ്യുന്നത്. രുക്മിണ്യുവാച ശ്രുത്വാ ഗുണാൻ ഭുവനസുന്ദര ശൃണ്വതാം തേ നിർവിഷകർണവിവരൈർഹരതോംഗതാപം രൂപം ദൃശാം ഋഷിമതാമഖിലാർത്തലാഭം ത്വയി അച്യുതാ വിശതി ചിത്തമഭത്രവം മേ കാത്വാ മുകുന്ദ മഹദേ കുലശീലരൂപ വിദ്യാവയോദ്രവിണതാമഭിരാത്മതുല്യം ധീരാപതിം കുലപതീന വൃണീത കന്യാ കാലേ നൃസിംഹ നരലോകമനോഭിരാമം തന്മേ ഭവാൻ ഖലു പതിരംഗജായാമാത്മാപിതശ്ച ഭവതോത്ര വിഭോ വിദേഹി മാ വീരഭാഗമവിമർശതു ചൈത്യാരാം ഗോമായുവൻ മൃഗപതേർബലിമംബുജാക്ഷ പൂർത്തേഷ്ടദത്ത നിയമം പ്രതദേവ വിപ്രകുർവർച്ചനാദിഭിലം ഭഗവാൻ പരേശ
ആരാധിതോ യതി ഗതാഗ്രജയേത്യപാണിം ഗൃഹാതുമേന ദമഘോഷസുതാദയോന്യേ ശോഭാവിനി ത്വമജിതോദ്വഹനേ വിദർഭാൻ സുപ്തസമയത്യ പ്രതനാപതിഭിः പരീതാം നിർമ്മന്ദ്യ ചൈതമഗതേന്ദ്രബലം പ്രസഗ്യ മാം രാക്ഷസേന വിദിനോദ്വഹവീരശുൽക്കാം അന്തഃപുരാചരചരീമനിഹത്യ ബന്ധും സ്വാമുദ്വഹേ കഥമിതി പ്രവദാമ്യുപായം പൂർവേ ദുരസ്തി മഹതി കുലദേവി യാത്രാ യസ്യാം ബഹിർ നവവധൂർഗിരിജാമുപേയാത് യസ്യാംഗ്രിപങ്കജരജസ്നപനം മഹാന്തോ മാഞ്ചന്തിമാപതിരിവാത്മതമോ മഹത്തേ യർഹ്യം ഭുജാക്ഷ ന ലഭേയ ഭവത്പ്രസാദം ദിഹ്യാമസൂം പൃഥകൃശാൻ ശതജന്മഭിः സ്യാത് ബ്രാഹ്മണ ഉവാച ഇത്യേതേ ഗുഹ്യസന്ദേശ യതുദേവ മയാ ഹൃദാ വിമർശ്യ കർത്തും യച്ചാത്ര ക്രിയതാം തദനന്തരം ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ രുക്മിണ്യദ്വാഹപ്രസ്താവേതി പഞ്ചാശത്തമോധ്യായ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ അത പഞ്ചാശത്തമോധ്യായ ശ്രീശുഗോവാച വൈദർഭ്യാതു സന്ദേശം നിശമ്യതു നന്ദനം പ്രകൃഗ്യപാണിന പാണി പ്രസന്നിതമം ബ്രവീത് ശ്രീഭഗവാനുവാച തഥാഹമിതച്ചിത്തോ നിദ്രാം തനഭേൽ നിശി വേദാഹം രുക്മിണാം ഭീഷ്മൻ മന്മാദോദ്വാഹോ നിവാരിത താമാനേശ ഉന്മദ്യ രാജന്യാപസതാൻ മൃതേ മത്പരമനവദ്യാംഗിമേധസ്വ അനിശിഖാമി ശ്രീശുഗോവാച ഉദ്വാഹർഷം ച വിജ്ഞായ രുക്മിണ്യമധുസൂദനം രഥസംയുജതാമാശു ദാരുകേത്യാഗസാരഥിം സജാശ്വൈ ശൈവസുഗ്രീവ മേഘപുഷ്പബലാഹകൈ യുക്തം രഥമുപാനീയ തസ്ഥോ പ്രാഞ്ജലിരഗ്രതാം ആരുഹ്യസന്ദനം ശൗര്യർനിജമാരുപ്യ തൂർണഗൈഃ ആനർത്താദേകരാത്രേണ വിദർഭാനകമധ്യൈ രാജാസകുണ്ഡനമതി പുത്രസ്നേഹവശം ഗത ശിശുപാലായ സ്വാം കന്യാം ദാസ്യൻ കർമാണ്യകാരയൻ പുരം സംമൃഷ്ടസംസിക്തമാർഗദധ്യാപജദുഷ്പദം ചിത്രധ്വജപതാകാഭിസ്തോരണേ സമലംകൃതം സഗന്ധമാല്യാഭരണൈർ വിരജോംബരഭൂഷിതൈ ദുഷ്ടം ശ്രീപുരുഷൈ ശ്രീമൻ ഗൃഹൈരഗിരുദൂപിതൈ പിതॄൻ ദേവാൻ സമർപ്പ്യ പിതൃം ച വിദ്മന്ദർവ ഭോജയിത്വാ യഥാന്യായം രാജയാമാസമംഗളം സുസ്നാദാം സുഗതീം കന്യാം കൃതകൗതുകമംഗളം അഹദാം ശുഭയുക്മേന ഭൂഷിണാം ഭൂഷിതാം ഭൂഷണോത്തമൈ ചക്രുസാമർഗയുജമന്ത്രേ ബദ്ധ്വാ രക്ഷാം നിജോത്തമ പുരോഹിതാതുർവിദുംബൈ ജുഹാവ പ്രകശാന്തയേ ഹിരണ്യരൂപവാംസാം ശ്രീതിലാം ച ഗുണമിശ്രിതാം പ്രാതാധേനും ച വിപ്രഭരാജ വിധിവിധാം വര ഏവം ചേതിപതി രാജ ദമഘോഷസുതായ വൈ കാര്യമാസമന്ത്രജ്ഞൈ സർവമഭ്യുദയോജിതം മതച്യുതപ്രഗജാനികൈ സന്ദനൈർഹിമമാലിഭിः പത്യശസങ്കുലൈ സൈന്യൈ പരീതകുണ്ഡിനം നയോ തം വൈ വിദർഭാധിപതി സമേത്യാഭിപൂജിജാം നിവേശയാമാസമുദ കൽപ്പിതാനി നിവേശനെ തത്ര സാലു ജരാസന്ധോ ദന്തവക്തുരവിധൂരത ആജഗ്മുച്ചൈതപക്ഷീയ പമ്രഗാദ്യ സഹസ്രശ കൃഷ്ണരാമദിശോയത്ത കന്യാ ചൈത്യായ സാധിതം യദ്യാഗത്യകരെ കൃഷ്ണോ രാമാദേയർഭൃത യോത്സ്യാമാ സംഹദാസ്തേന ഇത് നിശ്ചിതമാനസാം ആജഗ്മുർഭൂഭുജ സർവേ സമഗ്രബലവാഹനാം ശ്രുത്വൈത ഭഗവാൻ രാമോ വിപക്ഷീയ നർവോദ്യമം കൃഷ്ണം ചെയ്കം ഗതം ഹർത്തം കന്യാ കലകശങ്കിത ബലേന മഹദാസാർദ്ധം ഭ്രാതൃസ്നേഹപരിപ്ലുത തുരിതകുണ്ഡിനം പ്രാഗാദയജാശ്വരതഭക്തിഭിः ഭീഷ്മകന്യാവരാരോഹ കാക്ഷന്ത്യാഗമനം ഹരേ പ്രത്യാപത്തിമവശ്യന്തി വിജസ്യാ ചിന്തയത്തഥാ അഹോത്രയാമാന്തരിത ഉദ്വാഹോ മേ അൽപരാധസ നാഗച്ഛത്തരവിന്ദാക്ഷോ നാഗം വിദ്മിത്രകാരണം സ്വഭീതാവർത്തതീദ്യാപി മത്സന്ദേശകരോ ദ്വിജാം അഭിമയ്യനവധ്യാത്മാ ദൃഷ്ട്വാ കിഞ്ചിജുഗംസിതം മത്പ്രാണിഗ്രഹണേ നൂനം യായാതി കിം കൃതോദ്യമം ദുർഭഗായാ നമേ ദാദാനാനുകൂലോ മഹേശ്വര ദേവീ വാ വിമുഖാ ഗൗരീ ശുദ്രാണി ഗിരിജാസതി ഏവം ചിന്തയതി ബാല ഗോവിന്ദ ഹൃതമാനസാം നിമീലേതകാലജ്ഞാനേത്രേ ചാശ്വകലാകുലേ ഏവമദ്വാ പ്രതീക്ഷന്ത്യ ഗോവിന്ദാഗമനം നൃപാം വാമഗുരുർഭുജോ നേത്രം അസ്ഫുരൻ പ്രൈഭാഷിണാം അധകൃഷ്ണമനുതവിഷ്ടാ സവൈ ഏവതിജോത്തമാം അന്തഃപുരജരീം ദേവീം രാജപുത്രീം ദദർശഃ സാത്തം പ്രഹിഷ്ടവദനം അഭ്യഗ്രാത്മഗതിം സതി ആലക്ഷ്യ ലക്ഷണാഭിജ്ഞാ സമപൃച്ഛ ശുചിസ്മിത തസ്യ ആവയതീത് പ്രാപ്തും ശശംസൈതു നന്ദനം ഉത്തം ച സത്യവചനം ആത്മപദയനം പ്രതി തമാഗതം സമാജ്ഞായ വൈദർഭി കൃഷ്ണമാനസ നവശ്യന്തി ബ്രാഹ്മണായ പ്രിമന്യനാമസാം പ്രാപ്തോ ശ്രുത്വാ സ്വദുഹിതുർ ഉദ്വാഹപ്രേക്ഷണോ ഉത്സുകൗ അഭ്യയാതൂരികോഷേണ രാമകൃഷ്ണോ സമർഹണയും മധുവർക്കമുപാനീയ വാംസാം ശിബിരജാംസി സാം ഉപായന്യാന്യഭീഷ്ടാനി വിധിവൻ സമപൂജയത് തയോർനിവേശനം ശ്രീമതുപകൽപ്യ മഹാമതി സസൈനയോ സാനുകയുരാദിത്യം വിതതേ യഥാം ഏവം രാജ്ഞം സമേതാനം യഥാവീനം യഥാവയ യഥാവല്ലം യഥാവിത്തം സർവേ കാമൈ സമർഹയത് കൃഷ്ണമാഗതമാകർണ്യ വിദർഭപുരവാസിന ആഗത്യ നേത്രാഞ്ജലിഭി പപുസ്തന്മുഖപങ്കജം അസ്യൈവ ഭാര്യാ ഭവിതും രുക്മിണ്യർഹതിനാപര അസ്യാസാ വിപ്പനവധ്യാത്മാ ഭൈഷ്മ്യാ സമുചിതപ്പതി
കിഞ്ചിൽ സുചരിതം ജന്നസ്തേന തുഷ്ടത്രിലോകകൃൻ അനുഗൃഹാതു വൈദർഭ്യപണിമാനിമച്യുതം ഏവം പ്രേമകലാബദ്ധാവദന്തി സ്മ പുരോഗസ കന്യാചാന്തപുരാത് പ്രാഗാത് ഭടേർഗുപ്താംബികാലയം പദ്ഭ്യാവിരിൻ്റെയോ ദൃഷ്ടം ഭവാന്യാപാദപല്ലവം സാ ചാനുധ്യായതീ സമ്യങ് മുകുന്ദചരണാംബുജം യഥവാങ്മാതുഭിപ്സാർദ്ധം സഖിഭി പരിപാലിത ഗുപ്താരാജഭടയെ ശൂരൈ സന്നദ്ധിരുദ്ധുതായുധൈ മൃദംഗശങ്കപണവാത്തൂരിഭേര്യജഗ്നിരേ ജ്ഞാനോപകാരബലിഭർഭാരമുഖ്യ സഹസ്രശ സഗന്ധവസ്ത്രാഭരണൈർദുജപജ്ഞസ്വലംകൃതാം ഗായന്തച്ച സുമന്തച്ച ഗായക വാദ്യവാദക പരിമാലിവധൂം ജഗ്മൂ സൂതമാഗതവന്ദിന ആസാദ്യ ദേവേ സദനം ദൗതപാതകരാംബുജ ഉപസ്പൃശ്യ ശുചിശാന്ത പ്രവേശാംബികാന്തികം താം വൈ പ്രവയസോബാലാം വിധിജ്ഞാ വിപ്രയോഷിത നമാനീം നന്ദയാം ചക്രുർഭവപത്നീം ഭവാന്വിത നമസ്യേ ത്വാംബികേ ഭീഷ്ണം സ്വസന്താനയുധാം ശിവാം ഭൂയാദ്വതിർമേ ഭഗവാൻ കൃഷ്ണ തദനുമോദതാം അദ്വർഗന്ധാക്ഷതിർദൂപൈർവാസസന്മാലിഭൂഷണൈ ജ്ഞാനോപഹാരബലിഭി പ്രദീപാബലിഭിപ്രദം വിപ്രശ്രിയ പ്രപതിമതിസ്തദാതൈ സമപൂജയത് ലവണാപുപതാംബൂലകണ്ഠസൂത്രഫലേക്ഷുഭിः തയസ്തേ ശ്രയസ്താപ്രദദോ ശേഷാം യുരുജായുഷിഷ താഭ്യോ ദേവേ നമച്ചക്രേ ശേഷാം നിജഗൃഹേ വധൂ മുനിം പ്രഥമദത്യക്വാ നിച്ചക്രാം അംബികാം ഗൃഹാത് പ്രഹൃഗ്യബാണിന ഭൃത്യ യത്നമുദ്രോപശോഭിന താം ദേവമായാമിവ വീരമോഹിനീം സുമധ്യമാം കുണ്ടലമണ്ഡിതാനനാം ശ്യാമാം തിദംബാർപ്പിതരത്നമേഖലാം പഞ്ചസ്തനീ കുന്തള ശങ്കിദേക്ഷണാം ശുചിസ്മിതാം ബിംബധര ഫലാധരദ്യുതി ശോണായമാനതുജ കുന്ദകുഡ്മളാം പദാചലന്തീം കളകംസകാമിനീം ചിഞ്ചൽക്കലാനുപുരധാമശോഭിനാം വിലോകവീരാമുഖസമാഗത യശസ്വിന ത്വത്കൃതകൃതയാർദിതാം യാം വീക്ഷതേ നൃപതയസ്തദുദാരഃ സപീഡാവലോക കൃതചേതസ ഉജ്ജിതാസ്താം പേദുക്ഷിതവും ഗജരദാശ്വഗതാ വിമൂഢ യാത്രാചലേന ഹരയേ അർപ്പയതിം സശോഭാം സൈവം ശനീചലയതീ ജലപത്മഘോഷോ പ്രാപ്തിം ദദാ ഭഗവത പ്രസമീക്ഷമാണാം ഉത്സാരിവാമകരജൈർളകാനപാംഗൈ പ്രാപ്താൻ ശ്രിയേക്ഷത നിർവാൻ ദൃശേച്യുതം സാം താം രാജകന്യാരഥമാരുരുക്ഷതീം യഹാരകൃഷ്ണോ ദിശതാം സമീക്ഷതാം രഥം സമാരോപ്യ സുവർണലക്ഷണം രാജനചക്രം പരിഭൂയ മാധവ തതോ യമോ രാമപുരോഗമൈശനൈ ശൃഗാലമധ്യാദിവ ഭാംഹൃദ്ധരീം തം മാനിനഭാസ്വാഭിഭവം യശക്ഷയം പരേജരാസന്തവശാനസേഹിരേ അഹോദികസ്മാൻ യശ ആതധന്വനാം ഗോപൈർഹൃതം കേസരിണാം മൃഗൈരിവ ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ രുക്മിണീഹരണം നാമ ത്രിപഞ്ചാശത്തമോऽധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ പരാജിതോ ഫൽഗുതന്ത്രേ യദുപി കൃഷ്ണപാലിതേരിഭവോ ജഗ്ഗിരധുനാകാലാത്മാനുസാരിണി തഥാ വയം വിജേഷ്യാമോ യഥാ കാലപ്രദക്ഷിണ ഏവം പ്രബോധിതോ മിത്രേ ചൈദ്യകഥാൽ സാനുകപുരം മതശേഷ പുനസ്തവി യയുസം സംപുരം സ്നപാരുക്മീതുദ്രാക്ഷസോദ്ദാഹം കൃഷ്ണൽവിടസഹൻ സ്വസോ പൃഷ്ടതോന്നകമൽ കൃഷ്ണാക്ഷുഹിണ്യവൃതോബലിം രുക്മ്യമർഷി സുസംരംധാശൃണ്ഡതം സർവൂജം പ്രതിജജ്ഞി മഹാബാഹോ ദംശിത സശരാസനാഹത സമരേ കൃഷ്ണം അപ്രത്യ ച രുക്മിണീം കൊണ്ടിരുന്ന പ്രവേക്ഷ്യാമി സത്യമേതൽ പ്രഭീമിവ ഇത്യുക്തരഥമാരുഹ്യ സാരഥിം പ്രാഹസത്വരാ ചോദയാശൻ യദ കൃഷ്ണസ്തസ്യ മേ സംയുഗം ഭവേത് അദ്യാഹം നിശിതേർവാണി ഗോപാലസ്യ സുധർമ്മദേ നേഷേ വീരമതം യേന സസാ മേ പ്രസവം ഹൃദാ വിഗന്ധമാന കുമതീശ്വരസ്യ പ്രമാണവിത് രഥേനൈകേന ഗോവിന്ദൻ തിഷ്ഠേത്യദാഹയാൾ ധനുർവിക്രേഷ്യ ദൃഢം യജ്ഞേ കൃഷ്ണം ത്രിഭിശ്വരേ ആഹചാത്രക്ഷണം ദിഷ്ടയദൂനങ്കുലപാംസന കൃത്ര യാസിസ്സാരം മീന്മുഷിത്താദാക്ഷവദ്ധവി ഹരിഷേദ്യമതം മന്ദമായിന കുടയോദിന യാവന്നമ്മിഹേതോ നഹതോ ബാണി ശയീദം ജദാരികം സ്വയം കൃഷ്ണോധനുശ്ചിത്ത ഷഡ്ഭ്യർഭ്യവാദരുക്മിണം അഷ്ടഭി ചതുരോ വാഹൻ ദ്വാഭ്യം സുതന്തജം ധ്രുവീ സാജാന്യധിനുരാധായ കൃഷ്ണം വ്യവ്യാത പഞ്ചമീ തൈ സാഡിതസരോഗൈസ്ത്വം ചിച്ചേതാധനുരക്ഷിതം പുനരന്യതുപാദതദപ്യക്ഷതവ്യയാ പരീഖം പട്ടിശഞ്ജൂലം ചർമാസി ശക്തിതോമരം
യഥായുധം മാതത്താൽ സർവം ശോചന ഹരേ തതോ ദാതോ പ്രത്യാഗഡ്ഗപാണിർജികാംസയം കൃഷ്ണമഭ്യദ്രവ കൃതപതംഗ ഇവ പാപകം തസ്യപ്ചാപദാത്ഗഡ്ഗം ദിലശ്ചർമ്മ ചേഷിഭി ചിത്താസിമാദദേ തിക്മം രുക്മിണൻ ഹന്തുമുദ്യത ദൃഷ്ടാ ഭ്രാതൃവധോധ്യാഗം രുക്മിണി വയവികുലം പതിത്തപതിർഭർത്തൃവാച കരുണം സതീ യോഗേശ്വര പ്രമേയത്മിൻ ദേവദേവ ജഗത്പദേ ഹന്തന്നാർഹസി കല്യാണ ഭ്രാതരം മേ മഹാഭുജം ശ്രീശുഗവാചം തയാ പരിത്രാസവികം പിതാംഗയാ ശുചാവശിഷ്യൻ മുഖരുന്ധകണ്ഡയാ കാദര്യവിശ്രംസിത ഹേമമാലയാ ഗൃഹീതപാദ കരുണാനിവർത്തതം ചൈലേന ബദ്ധ തമസാധുകാരിണം സസ്മശ്രുകേശം പർവൻ വ്യരൂപയിൽ താവന്മർദ്യുപ്പര സൈന്യമത്ഭുതം യദുപ്രവീരോ നളിനിൻ യഥാഗജം കൃഷ്ണാന്തികമോവൃജ്യ ദദൃശസ്തത്ര രുക്മിണം തദാഭുതം ഹതപ്രായം ദുഷ്ടസംകഷ്ണോഭിവോ വിമുജ്ജബന്ധം കരുണ ഭഗവൻ കൃഷ്ണമഭ്രേ അസാധ്യതം തയാ കൃഷ്ണാകൃതം അസ്നജ്ജുഗുസ്ഥിതം വഭനം ശ്മശ്രുകേശാനം വൈരൂപ്യം സുഹൃതോപതം മൈവാസ്മൻ സാധ്യസ്തു യേഥ ഭ്രാതുർവൈരൂപ്യ ചിന്തയം സുഖദുഃഖദോന്നച്ചാന്യോസ്തി യഥ സുകൃതഭുക്ഭുമൻ ബന്ധർവധ ബന്ധുർവധാർഹദോഷോപി ന ബന്ധോർവധമർഹതി ത്യാജ്യസേനൈവ ദോഷണാഹത കിം ഹന്യതേ പുനഃ ക്ഷത്രിയാണാമയം ധർമ്മ പ്രജാപതി ഭ്രാതാഭിഭ്രാതരം ഹന്യേന ഘോരതരസ്തം രാജ്യസ്യ ഭൂമിർവിത്തസ്യ ത്രിയോ മാനസ്യ തേജസാ മാനിന്യോന്യസ്യ വാഹേദോ ശ്രീമതാന്തോക്ഷിബന്ധി തവേയം വിഷ്മാ ബുദ്ധി സർവോദേശു ദുർഹൃദം ജന്മന്യസ്യ സദാ ഭദ്രം സുഹൃദം ഭദ്രമജ്ഞവത് ആത്മമോഹോദണാമേഷ കൽപ്പതേ ദേവമായ സുഹൃൽ ദുർഹൃദാസീന ഇതി ദേഹാത്മാനം ഏകൈവ പരോഹാത്മാ സർവേഷാമായുദേഹിനം നാനിവ ഗൃഹ്യതേ മൂഢര്യതാ ജ്യോതിർയതാ നഭ ദേഹാദ്യന്തവാനേഷു ദിവ്യപ്രാണഗുണാത്മക ആത്മന്യവിദ്യയാകുത്ത ക്ലബ്ധ സംസാരയതി ദേഹിനം ആത്മനോന്യേന സംയോഗോ വിയോഗശ്ചാസതസ്സതി തദ്ദേതുത്താൽ തത്പ്രസിദ്ധിർദ്രൂഗ രൂപാഭ്യം യഥാരവേ ജന്മാദയസ്തു ദേഹസ്യ വിക്രിയാനാത്മനഃ കാലാനാമിവ നൈവേന്ദ്രോൻ മൃതിർഹ്യസ്യ കുഹുരിവാ യഥാശയാനാത്മാനം വിഷയൻ ഫലമേവജം ആനമുക്ത്യപ്യസത്യർത്ഥേ തദാപ്നോ ഭൂതോഭവം സസ്മാജ്ഞാനജംശകം ആത്മശോഷവിമോഹനം തത്വജ്ഞാനേന ദുർഹൃത്യ സ്വസ്ഥാം ഭവ ശുചിസ്മിതയും സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ആരും ഇപ്പോൾ താലെടുക്കാൻ പോകണ്ട. 6:15 മണിക്കാവുമ്പോൾ താലെടുക്കാൻ പോകും. അതനുസരിച്ച് പോയാൽ മതി. മോകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. കാംസവനം കൂടെ കഴിഞ്ഞിട്ടില്ല. രുക്മിണി കൊണ്ടുവന്ന് എങ്ങനെയാണ് കല്യാണം നടത്തുക? ആദ്യം കംസനെ ഒന്ന് വധിക്കട്ടെ. കംസനെ വധിക്കാനുള്ള മല്ലയുദ്ധം നടക്കാൻ പോകുന്നതേ ഉള്ളൂ. മല്ലയുദ്ധമാണ്. വായിച്ചു ശരി, ഓക്കെ. മല്ലയുദ്ധം നടക്കുകയാണ്. പറഞ്ഞല്ലോ, കൃഷ്ണനും രാമനും എല്ലാം അവിടെ എത്തിച്ചേർന്നു. മല്ലയുദ്ധം നടക്കാൻ പോവുകയാണ്. ആ മല്ലയുദ്ധത്തിലേക്ക് രണ്ടുപേരും അതിരാവിലെ തന്നെ കൃഷ്ണനും രാമനും അതിനായിട്ട് തയ്യാറായി ആ മല്ലയുദ്ധ മൈതാനത്തിലേക്ക് കടന്നു വരികയാണ്. അവിടെ കുവലയാപീഠം എന്നൊരു ആനയെ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. എന്താണ് ഉദ്ദേശം? ആ ആനയെ കൊണ്ട് ഈ രണ്ട് കൃഷ്ണനെയും രാമനെയും വധിക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും അത് നടന്നില്ലെങ്കിൽ മല്ലയുദ്ധത്തിലൂടെ ഇങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആ സമയത്ത് ആ പാപ്പാൻ, അതായത് ആനയുടെ അമ്പഷ്ടൻ, അതായത് ആനക്കാരനുണ്ടല്ലോ, ആനയെ പ്രകോപിപ്പിച്ചു. വഴി തരാൻ പറഞ്ഞു. വഴി തരുന്നില്ല. അങ്ങോട്ടോട്ട് കടത്തി വിടുന്നില്ല കൃഷ്ണനെയും രാമനെയും. രണ്ടുപേരും എന്ത് ചെയ്തു? വഴി തടഞ്ഞു. ആ നേരം ഭഗവാൻ പറഞ്ഞു, അമ്പഷ്ട അമ്പഷ്ട മാർക്കന്നോ ദേഹ അപക്രമമാചുരം നോച്ചേ സകുഞ്ചരം ത്വത്തിനയാമി യമസാധനം. ഈ അമ്പഷ്ട വഴി തരും. അങ്ങനെ ഇല്ലെങ്കിൽ എന്ത്? ആനയോട് ചേർന്ന് നിങ്ങളെ യമപുരിക്ക് ഞാൻ അയക്കും എന്ന് ഭയം. പക്ഷേ ആ നേരത്തിൽ അമ്പഷ്ടൻ ആനയെ കുറെ കൂടി പ്രകോപിതമാക്കി ഭഗവാനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ആക്കി വിടുകയാണ്. പിന്നെ ആനയും ഭഗവാനുമായിട്ടുള്ള, ഈ കുവലയാപീഠവും ആനയുമായിട്ടുള്ള ഭഗവാനുമായിട്ട് ഒരു യുദ്ധമാണ് നടക്കുന്നത്. ആന ഭഗവാനെ കുത്താൻ വേണ്ടി വരികയും ഭഗവാൻ ഇരുന്ന് മാറി അവസാനം എന്തായും ആ ആനയുടെ കൊമ്പ് ഭൂമിയിലേക്ക് ഭഗവാനെ കുത്താനിട്ട് ഇങ്ങനെ ഓടി വരുന്ന സമയത്ത്
വരുന്ന സമയത്ത് ഭഗവാൻ മാറിക്കളയും. അപ്പോൾ എന്താവും, ആന അങ്ങനെ മണ്ണിലേക്ക്, ആനയുടെ കൊമ്പ് മണ്ണിലേക്ക് പൊതഞ്ഞു പോകും. അങ്ങ് പോയി കൊമ്പ് വലിച്ചെടുക്കാൻ പറ്റില്ല അതിന്. അങ്ങനെ ഇരിക്കുമ്പോൾ ഭഗവാൻ എൻ്റെ മസ്തകത്തിൽ കയറിയിരുന്നു. അതിൻ്റെ രണ്ട് കൊമ്പ് ഊരിയെടുത്തു. കോലിയാപിടുത്തം 2 കൊമ്പും ഊരിയെടുത്തു. ആ ഊരിയെടുത്ത കൊമ്പ്, അതായത് ആ 2 കൊമ്പും ഒന്ന് ബലരാമന് കൊടുത്തു, ഒന്ന് കണ്ണൻ തന്നെ ശ്രീകൃഷ്ണൻ തന്നെ തോളിൽ വെച്ച്. ഇപ്പോൾ 2 പേരും കൂടെ ആ മല്ലയുദ്ധ മൈതാനം കയറി പോവുകയാണ്. 2 പേര് രക്തം ഇറ്റിട്ട് വീഴുന്ന ആ കൊമ്പും വെച്ചിട്ട് ആ പോക്കൊന്ന് കാണേണ്ടത് തന്നെയാണ്. ഭഗവാൻ ഇങ്ങനെ കയറി വരുന്നത് കണ്ടപ്പോൾ സഭയിലിരിക്കുന്ന എല്ലാവർക്കും തോന്നിയത്ര, ഓരോരുത്തർക്കും ഓരോ മാതിരിയാണ് തോന്നിയത്. മല്ലാനാം നൃണാം നരവര സ്ത്രീണാ സ്മരോ മൂർത്തിമാൻ ഗോപാനാം സ്വജനോ സദാം രക്ഷിതഭുജാം ശാസ്താ സ്വപിതോ ശിശു മൃത്യുർഭോജപതേർ വിരാട വിദുഷാം തത്വം പരം യോഗിനാം വൃഷ്ണീനാം പരദേവതേതി വിദിതോ രംഗം ഗത സാഗർജ. 2 പേരും ജ്യേഷ്ഠനും അനുജനും കൂടെ, ബലരാമനും ഭഗവാൻ ശ്രീകൃഷ്ണനും കൂടെ വരുന്ന കണ്ടപ്പോൾ ആ സഭയിലിരിക്കുന്ന ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അത്ര തോന്നിയത്. ആ മല്ലന്മാർക്ക് തോന്നി വജ്രായുധം വരുന്ന പോലെ തോന്നിയത്രേ. ആ 2 പേരും വരുന്ന വരവ് കണ്ടപ്പോൾ തോന്നുന്നത് അങ്ങനെയാണ്. ഇനി ഇവർക്കാണെങ്കിലോ പുരവാസികൾക്ക് തോന്നി ഞങ്ങളുടെ രാജാവ് വരുന്നമാരെയാണ് അത്ര തോന്നിയത്. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. സ്ത്രീകൾക്ക് തോന്നി മന്മഥൻ നടന്നു വരുന്നമാരെയാണ് അത്ര സ്ത്രീകളുടെ മനസ്സിൽ തോന്നിയത്. ഇനി ഗോപന്മാർക്കോ തൻ്റെ ഇഷ്ട സുഹൃത്ത് ഗോപന്മാർക്ക് തോന്നി അങ്ങനെയാണ്. സഖ മാതാപിതാക്കൾക്ക് തൻ്റെ കുട്ടികൾ നടന്നു വരുന്ന പോലെ തോന്നി. ഭോജരാജാവായ കംസൻ എന്തോ തോന്നി, തൻ്റെ അന്തകൻ നടന്നു വരുന്ന മാതിരിയാണ് തോന്നി. ഓരോരുത്തരുടെയും ഭാവനയാണ്, ഓരോരുത്തരുടെയും സങ്കല്പമാണ്, തോന്നലാണ്. യോഗികൾക്ക് പരമാത്മാവയും യാദവന്മാർക്ക് പരദേവതയായും ഒക്കെ അങ്ങനെ തോന്നി. അങ്ങനെ യുദ്ധം, അത് മല്ലയുദ്ധം ആരംഭിച്ചു. ചാണൂരൻ ഭഗവാനോടും മുഷ്ടികൻ വന്ന് ബലരാമനോടും ചേർന്ന് യുദ്ധം ആരംഭിച്ചു. എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ്, നോക്കിയിരിക്കുകയാണ്. അപ്പം സഭയിൽ എല്ലാവരും പറയുന്നുണ്ട്, എന്താ ഒരു നീതി, അതായത് യുദ്ധം സമന്മാരോട് കൂടി ആവണം. ഇത് ചെറിയ കുട്ടികൾ 2 പേര്, 2 മല്ലന്മാരെന്ന് അറിയാമല്ലോ, അത്രയ്ക്ക് വലിയ മല്ലന്മാർ. അതത്ര ശരിയല്ല, കാരണം യുദ്ധം അങ്ങനെ സമം ഉള്ള ആളോട് വേണം വേണ്ടുന്നത്. അങ്ങനെ അവർ നോക്കി നിൽക്കുകയാണ് എല്ലാവരും. അയ്യോ പാവം കൃഷ്ണനെ പോലെ കുട്ടികളോട് ഇങ്ങനെ ഈ പർവ്വത ശരീരികളായ മല്ലന്മാർ, ഇവനാണെങ്കിലും കൊച്ചു കുട്ടികൾ, കുമാര കിശോരോ നാപ്തയോ അങ്ങനെ കുട്ടികൾ എന്ന് നോക്കി നിൽക്കുന്നു. അവരുടെയൊക്കെ വിഷമം കണ്ടപ്പോൾ ഭഗവാൻ തോന്നി ഇത് കുറേ നീട്ടിക്കൊണ്ടൊന്നും പോകണ്ട, പാവം എല്ലാവർക്കെല്ലാം വിഷമം തോന്നുന്നുണ്ട് ഇങ്ങനെ അവർ നിൽക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഭഗവാൻ എന്ത് ചെയ്തു, തൻ്റെ മുഷ്ടി കൊണ്ടൊരു മുഷ്ടികന് ഒരു പ്രഹരമാണ് കൊടുക്കുന്നത്. ആ മുഷ്ടികനെ അങ്ങ് വീഴ്ത്തും. ചാണൂരനെയാണ് ഭഗവാൻ വീഴ്ത്തുന്നത്, മുഷ്ടികനെ ബലരാമനും. 2 പേരെയും അങ്ങനെ വീഴ്ത്തും. ഈ 2 പേരും വീഴുന്ന കണ്ടിട്ട് മറ്റവരെയെല്ലാം കംസൻ ഇവിടുന്ന് ഉച്ചത്തിൽ അലറി. എന്താ അലറിയത്? പിടിച്ചു കൊട്ടു വസുദേവരെ, ദേവികയെ കൊണ്ടുവന്ന് കാരാഗൃഹത്തിലടയ്ക്കുമോ? ഇവിടെ യുദ്ധം നടന്ന് ഇവിടെ വീഴ്ത്തിട്ടിരിക്കുമ്പോൾ വിളിച്ചു പറയാം വസുദേവരെ കാരാഗൃഹത്തിൽ എന്ത് സാധിക്കാനാ? പക്ഷേ എന്തെങ്കിലും വിളിച്ചു പറയുന്നത് അതാണ്, വസുദേവനെ കൊണ്ട് പിടിച്ചു കൊട്ടു, കൊണ്ടുപോകാൻ എന്നൊക്കെ ബഹളം വയ്ക്കും. ആ ബഹളം വെച്ചുകൊണ്ട് അങ്ങനെ ബാൽക്കണിയിലിരിക്കുക ആൾ സിംഹാസനത്തൊക്കെ മേലെ. ഇത് ഇപ്പം മല്ലന്മാർ 2 പേരും കൂടെ കൃഷ്ണനെയും ബലരാമനെയും വധിക്കും. അത് കാണാനുള്ള ആഗ്രഹത്തോട് ഇരിക്കുകയാണ്. ഇങ്ങനെ ഉറക്കെ വിളിച്ച് പറയുന്നത് കേട്ടത് ഭഗവാൻ കൃഷ്ണൻ ഒറ്റ കുതിയിലങ്ങ് മേലെ പോയി. ഇവിടെ മേലെ പോയി ആ സിംഹാസനത്തിലേക്ക് പോയി. ആ സിംഹാസനത്തിൽ നിന്നും നേരെ ആദ്യം എന്താ പറയുക, കിരീടമാണ് താഴേക്ക് വരുന്നത്. അത് കഴിഞ്ഞ് കംസനെ താഴേക്ക് തള്ളിയിടും. ആ മേലേന്ന് താഴെ വീഴും കംസൻ. ഭഗവാൻ ആ മേലേന്ന് അങ്ങനെ നേരെ കംസൻ്റെ നെഞ്ചിൽ വന്ന് വീഴുന്നു. പാവോ, കഷ്ടം. കംസനൊക്കെ പാവം എന്ന് പറയുന്നവരും ഉണ്ടില്ലേ, അത് പോട്ടെ, സാരമില്ല. അപ്പോൾ കംസൻ പാവം എന്ന് തീർച്ചയായിട്ടും അതിന് ഒരാളെ കൊല്ലുന്ന കണ്ടുപോകുമ്പോൾ സന്തോഷിക്കാൻ പറ്റില്ലല്ലോ, അല്ലേ? ആരാണെങ്കിലും എന്തായാലും ശരി, കംസൻ്റെ നെഞ്ച് അതോടുകൂടി തന്നെ പ്രാണൻ പോയി. ആ കണ്ണ് മേടിച്ച സമയത്ത് കാണുന്ന ആരെയാണ്? ഭഗവാനെ. നോക്കൂ, എന്തൊരു നല്ല മരണമാണ്. ഭഗവാനെ കണ്ടുകൊണ്ട് നേരെ നെഞ്ചത്തിരിക്കുക, ആൾ തറയിൽ പോലും അല്ല, നെഞ്ചത്തിരുന്നോട് കണ്ടുകൊണ്ടാണ് കംസൻ തൻ്റെ ജീവൻ വിടുന്നത്. എന്താ കംസൻ അങ്ങനത്തെ ഒരു ഇത് കിട്ടിയത്? സദാസമയം ഭഗവാന് ഭയത്തോടുകൂടി, ഭയമായിരുന്നു. അത് പല രീതിയിലാണ് പറഞ്ഞല്ലോ. കേനോപി പ്രകാരേണ കൃഷ്ണ നിവേശിയത്, ഉള്ളിൽ പ്രവേശിക്കണം, മനയെ നിവേശിയത്. ആ ഏതെങ്കിലും രൂപത്തിൽ കയറിയാൽ മതി ഭഗവാൻ. ഇത് ഭയത്തിനാലാണെങ്കിലും വിദ്വേഷത്തിനാണെങ്കിലും ഭക്തി കൊണ്ടാണെങ്കിലും പ്രേമം കൊണ്ടാണെങ്കിലും ഏതെങ്കിലും ഒരു വിധത്തിൽ ഭഗവാൻ ഉള്ളിൽ വരണം. ഇവിടെ ഭയം കൊണ്ട് എത്ര നാളായി ഈ ഭയം കൊണ്ട് കംസൻ ഈ ഹരി ഹരി ഹരിയും ജപിക്കാൻ വേണ്ടി കുറേ കാലമായി. അങ്ങനെ ജപിച്ച് അതുകൊണ്ട് ആ പുണ്യം നേരെ
കണ്ണനെ കണ്ടുകൊണ്ട് തന്നെ മരിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി കംസന്. എന്തായാലും കംസനെ വധിച്ചു. കംസനെ വധിച്ചതിന് ശേഷം നേരെ എവിടെയാണ് പോയത്? തൻ്റെ മാതാപിതാക്കൾ എവിടെ കിടക്കുന്നുണ്ട്? കാരാഗൃഹത്തിൽ കിടക്കുന്നുണ്ട്. രണ്ടുപേരെടുക്ക് പോയി രണ്ടുപേരും കിടക്കുന്നുണ്ട്. അവരെ കാണാൻ പോയി. വസുദേവരെയും ദേവകിയും കാണാൻ പോയി. അവരോട് പോയി പറഞ്ഞു, ഞാൻ മകനായിട്ട് ജനിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു കാര്യം ചെയ്തിട്ടില്ല. അതുപോലെ അവരും പറഞ്ഞു, കുട്ടിയായിട്ട് നിനക്കും വേണ്ടിയിട്ട് ഞങ്ങളും ഒന്നും ചെയ്തിട്ടില്ല. അങ്ങോട്ട് പരസ്പരം രണ്ടുപേരും ആ ഒരു ഇത് പറഞ്ഞു തീർത്തു. കാരണം രണ്ടുപേർക്കും സാധിച്ചില്ല, അങ്ങനെ ചെയ്യാനുള്ളത് സാധിച്ചിട്ടില്ല. അങ്ങനെ ഭഗവാൻ കൃഷ്ണനെ ശൂരസേന രാജാവൊക്കെ അഭിഷേകം ചെയ്തു. അഭിഷേകം ചെയ്തതിന് ശേഷം അവിടെ കംസം പോയല്ലോ, അപ്പോൾ ശൂരസേന രാജാവിനെ വെച്ചു, രാജാവിട്ട് അഭിഷേകം ചെയ്തു. അതിനുശേഷം അച്ഛനും അമ്മയും പിതാവ് അവർക്കൊരു ദൗത്യം ഉണ്ടല്ലോ, മക്കളെ ഇതിരിക്കും ഭഗവാൻ പഠിച്ചിട്ടില്ല, അറിയാമോ? എവിടെയായിരുന്നു? വൃന്ദാവനത്തിലായിരുന്നു. കണ്ട് പശുമയ്ക്കാൻ പോയിട്ടേ ഉള്ളൂ, പാടമൊന്നും പിടിച്ചിട്ടില്ല. അങ്ങനെയാണ് സാന്ദീപനി ഗുരുവിൻ്റെ ആശ്രമത്തിൽ ഭഗവാനെയും ബലരാമൻ രണ്ടുപേരെയും കൂടെ പഠിക്കാൻ വേണ്ടി കൊണ്ടാക്കി. അവിടെ കൊണ്ടുപോയി ഗുരുകുല വിദ്യാഭ്യാസമാണ് അവിടെ. ആ ഗുരുകുല വിദ്യാഭ്യാസം സാന്ദീപനി മഹർഷി പഠിപ്പിച്ചപ്പോൾ അവർക്ക് 64 ദിവസം കൊണ്ട് 64 കലകളും പഠിച്ചെടുത്തു. അത്രേ 64 ദിവസം വേണ്ടിയിരുന്നുള്ളൂ കൃഷ്ണനെ പഠിക്കാൻ. അങ്ങനെ എല്ലാ കലകളും 64 ദിവസം കൊണ്ട് പഠിച്ചു. അവിടുന്ന് തിരിച്ചു വരാൻ നേരം ഗുരുദക്ഷിണ കൊടുക്കണമല്ലോ, എപ്പോഴും ഗുരുദക്ഷിണ കൊടുക്കണം. തീർച്ചയായിട്ടും ഗുരു പാഠം പറഞ്ഞു കൊടുത്താൽ ഗുരുദക്ഷിണ ഇല്ലെങ്കിൽ അതിന് ഫലം ഉണ്ടാവില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഗുരുദക്ഷിണ കൊടുക്കണം. ഗുരുവിനോട് തന്നെ ചോദിച്ചു, എന്താണ് അങ്ങേക്ക് ഗുരുദക്ഷിണയായിട്ട് ഞാൻ തരേണ്ടുന്നത് എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണനോട് ചോദിച്ചു, പറഞ്ഞു, അങ്ങേക്ക് ദിവ്യശക്തിയുള്ള ആളല്ലേ, ഞങ്ങളുടെ പുത്രൻ, എൻ്റെ പുത്രൻ എപ്പോഴോ ഈ നദിക്കുള്ളിൽ കാളിന്തിക്കുള്ളിലും വീണ് മരിച്ചു പോയിട്ടുണ്ട്. അങ്ങ് കേട്ടിട്ടുണ്ട്, ഞാൻ അങ്ങ് മരിച്ചുപോയവരെയൊക്കെ തിരിച്ചു കൊണ്ടുവന്നിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പണ്ട് അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തതൊക്കെ അമ്മയ്ക്ക് പിന്നീടാണ് കൊടുക്കുന്നത്, കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ ഞങ്ങളുടെ കുട്ടിയെ കിട്ടുമോ തിരിച്ചു തരാൻ പറ്റുമോ, അതാണ് ഗുരുദക്ഷിണയായിട്ട് വേണ്ടുന്നത്. ഭഗവാൻ ആ കാളിന്തിയുടെ അടിയിൽ പോയി വരുണനെ കണ്ട് വരുണൻ്റെ കയ്യിൽ നിന്നും ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് ദക്ഷിണയായിട്ട് കൊടുത്തു. ഗുരുവിനും ആ ദക്ഷിണയൊക്കെ കൊടുത്ത് അവിടെ നിന്ന് പിരിഞ്ഞ് കൊട്ടാരത്തിലേക്ക് വരികയാണ്. അങ്ങനെ കൊട്ടാരത്തിലേക്ക് വന്ന് ശൂരസേന രാജാവാണ് രാജ്യം ഭരിക്കുന്നതെങ്കിലും ബാക്കി എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കുന്നതും ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ്. അവിടെ വന്നിരിക്കുന്ന സമയത്ത് ഭഗവാൻ ഒരു ദിവസം ഉദ്ധവരെ വിളിച്ചു. ആരാണ് ഉദ്ധവര്? ഭഗവാന്റെ മന്ത്രി. വൃഷ്ണീനാം പ്രവരോ മന്ത്രി കൃഷ്ണസ്യ ദൈതസഖ ശിഷ്യോ ബൃഹസ്പതി സാക്ഷാത് ഉദ്ധവോ ബുദ്ധിസത്തമ. ഉദ്ധവനെ പറയുന്ന പേരാണ്, ഉദ്ധവനുള്ള വിശേഷണങ്ങളാണ്. വൃഷ്ണീനാം പ്രവരോ മന്ത്രി, ഈ വൃഷ്ണികുലത്തിൻ്റെ ആ രാജ്യത്തിൻ്റെ മന്ത്രിയാണ്. കൃഷ്ണസ്യ ദൈത, കൃഷ്ണൻ്റെ കൂട്ടുകാരനാണ്. സഖ, ശിഷ്യോ ബൃഹസ്പതി ശിഷ്യനാണ്. സാക്ഷാത് ഉത്തമോ ബുദ്ധിസത്തമ, ഏറ്റവും ബുദ്ധിയിലുള്ള ഉത്തമമായിട്ട് ബുദ്ധിയുള്ള ആളാണ്. അത്രയ്ക്കും വിശേഷണങ്ങളാണ് ഉദ്ധവർക്കും. അത് ഭഗവാന്റെ സ്നേഹിതനും കൂടെയാണ്, മന്ത്രിയാണ്, എല്ലാം. അപ്പോൾ ഒരു ദിവസം വിളിച്ചു ഭഗവാൻ. എന്തിനാ വിളിച്ചത്? ഗച്ഛോത്തവാവ്രജം സൗമ്യാം പിത്രോർണ പ്രീതിമാവഹാം ഗോപീനാം മദ്യോഗാദീം മത്സന്ദേശർവിമോചയാം താമന്മനസ്ക മത്പ്രാണ മദർത്തേ തെക്തദൈഹികാം മാമേവ ദൈതം ഭ്രഷ്ട ആത്മാനം മനസാഗതാം യേ തെക്ത ലോകധർമാച്ച മദർത്തേ താൻ വിഭർമ്മ്യം. പറയാണ്, ഗച്ഛോത്തവ, പോയിട്ട് വരും. എവിടെ പോകണം? വ്രജത്തിലേക്കൊന്ന് പോയിട്ട് വരും ഉദ്ധവ. കാരണം ഞാൻ ആ വ്രജത്തിലേന്ന് പുറപ്പെട്ടിട്ട് കുറേ വർഷങ്ങളായി. തിരിച്ച് ഞാൻ വരാമെന്ന് പറഞ്ഞിരുന്നു, ഇതൊരിക്കലും തിരിച്ചു പോയിട്ടില്ല. ആ ഗോപികന്മാർ എന്നെ കാണാതെ എന്നെ തന്നെ ചിന്തിച്ച് അവരുടെ ജീവൻ വടിയുന്ന മാതിരി ഇരിക്കുകയാണ്. എന്നെ കാണാതെ എന്നോട് അത്രയ്ക്കും ആത്മാർത്ഥമായിട്ട് പ്രണയമാണ് അവർക്കെല്ലാം. അതുകൊണ്ട് തന്നെ എൻ്റെ വിയോഗം കൊണ്ട് അവർക്ക് അവരുടെ ജീവൻ തന്നെ വയ്ക്കാൻ സാധിക്കില്ല. അതുകൊണ്ടും അവരെ ഒന്ന് പോയി കണ്ട്, എനിക്കിപ്പോഴും സമയമില്ല, അവരെ ഒന്ന് പോയി കണ്ട് എൻ്റെ സന്ദേശം അവർക്ക് കൊടുക്കുക, എൻ്റെ സന്ദേശം അവരെ ഒന്ന് അറിയിക്കണം എന്നാണ് പറഞ്ഞത്. താം മന്മനസ്ക മത്പ്രാണ മദർത്തെ തെക്തദേഹിക, അതായത് അവർ എനിക്ക് വേണ്ടി ശരീരം ഉപേക്ഷിക്കുന്ന അത്രയ്ക്കും എന്നോടുള്ള അവർ സ്നേഹം കൊണ്ട്, അതുകൊണ്ട് പോകണം എന്ന് പോയി എൻ്റെ സന്ദേശം പറയൂ, കൊടുത്തിട്ട് വരൂ എന്ന് ഗച്ഛോ ഉദ്ധവനെ അയക്കുന്നു. എന്തുകൊണ്ടാണ് ഉദ്ധവരെ അയക്കുന്നത് അറിയാമോ? ഗോപികമാരാണ് ഭക്തിക്ക് ഏറ്റവും ഉത്തമം. ആരും ചോദിച്ചാൽ ഗോപികമാരെയാണ് കാണിക്കുന്നത്. അത്ര ഗോപികമാരാണ് ഭക്തിയുടെ ലക്ഷണമായിട്ട് കാണിക്കുന്ന ഭക്തമാണ്. അപ്പോൾ ഒരു ഭക്തനെ മാത്രമേ മറ്റൊരു ഭക്തരുടെ മനസ്സറിയാൻ സാധിക്കുകയുള്ളൂ. ഉദ്ധവനും
ഭഗവാന്റെ പരമഭക്തനാണ്. അപ്പം ഉദ്ധവനൊരു ചിന്തയുണ്ട്. ഉദ്ധവനാണെങ്കിൽ ഭഗവാന്റെ കൂടെ ആരംഭം തൊട്ട് എപ്പോഴും തൊട്ടുണ്ട് ഭഗവാന്റെ കൂടെയുണ്ട്. എന്നുണ്ട് ഞാനാണ് ഏറ്റവും വലിയൊരു ഭക്തൻ എന്നൊരു ധാരണയുണ്ട്. അപ്പോൾ അതിനേക്കാൾ വലിയ ഭക്തരുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ധവരെ തന്നെ പറഞ്ഞയക്കുന്നത്. കാരണം അവർക്ക് മനസ്സിലാകും, ഉദ്ധവനെ മനസ്സിലാകും, ഉദ്ധവനെ ഇവർക്ക് മനസ്സിലാകും. അതുകൊണ്ടാണ് ഗോപികമാർ ഏറ്റവും നല്ല ഭക്തിയുള്ളവരാണെന്ന് കാണിക്കാൻ വേണ്ടി ഉദ്ധവരെ തന്നെ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഉദ്ധവർ പോവുകയാണ് അവിടേക്ക്. എവിടെ? വ്രജത്തിലേക്ക് പോവുകയാണ്, ഗോകുലത്തിലേക്ക് പോവുകയാണ്. ഗോകുലത്തിൽ അങ്ങനെ ഉദ്ധവനോട് ചെല്ലുന്ന സമയത്ത് ഒരു ഏകദേശം സന്ധ്യാസമയത്താണ് അവിടെ എത്തിച്ചേരുന്നത്. എത്തിച്ചേരുന്ന സമയത്ത് നേരെ പോകുന്നത് നന്ദഗോപരുടെ ഗൃഹത്തിലേക്കാണ്. ആ കണ്ടപ്പോൾ അവർക്ക് ഒരു നിമിഷം അവർ തെറ്റിച്ച് കൃഷ്ണനാണോ എന്ന് തെറ്റിദ്ധരിച്ചു പോയി. കാരണം നന്ദഗോപരെല്ലാം അന്ന് പിരിഞ്ഞതാണ് കൃഷ്ണനെ. അച്ഛനെയും അമ്മയും വിട്ടിട്ട് കൃഷ്ണൻ അന്ന് എപ്പോൾ മധുരയ്ക്ക് പോയോ അതിനുശേഷം കണ്ടിട്ടില്ല. അതുകൊണ്ട് എന്താ കാരണം അങ്ങനെ തെറ്റിദ്ധരിക്കാം? ഏകദേശം കൃഷ്ണൻ്റെ അതേ വയസ്സ് തന്നെയാണ്, അതേ ഇതൊക്കെയാണ്. ഈ ഉദ്ധവർക്ക് പ്രത്യേകത ഉണ്ട്. ഭഗവാൻ ഉടുത്ത് അഴിച്ചു വെക്കുന്ന ഡ്രസ്സാണ്, വസ്ത്രമാണ് എപ്പോഴും ഉദ്ധവൻ ഉടുക്കുന്നത്. അപ്പോൾ കൃഷ്ണൻ്റെ വേഷമാണ്. അതേപോലെ കാണാനും ഏകദേശം ഭഗവാനെ പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കണ്ടപ്പോൾ ഒന്ന് തെറ്റിദ്ധരിച്ചു, ഇത് കൃഷ്ണനാണോ വന്നിരിക്കുന്നത് എന്ന് അവർ തെറ്റിദ്ധരിച്ചു. അവർ കണ്ട് പിന്നെ മനസ്സിലായി വന്നിരിക്കുന്നത് ഉദ്ധവരാണോ എന്ന് മനസ്സിലായും. സ്വീകരിച്ചു, ഇരുത്തിയും അവർക്ക് ഉദ്ധവരെ കണ്ടതും അവരുടെ കണ്ണിൽ നിന്നും അച്ഛനും അമ്മയ്ക്കും കൃഷ്ണൻ പോയിട്ട് തന്നെ കണ്ടിട്ടേ ഇല്ല, തിരിച്ച് വരും എന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ല. അപ്പം മകനെ ചൊല്ലിയുള്ള ആ വിഷമം, സങ്കടം കണ്ണിലുകൾ കാണിച്ചു. അവർ കണ്ണുനീരൊഴുക്കുകയും ആ നേരം ഉദ്ധവർ പറഞ്ഞു, മാ കിത്യതാ മഹാഭാഗോ ദക്ഷ്യത കൃഷ്ണം അന്തികെ അന്തർഹൃതി സഭൂതാനാം ആസ്തേ ജ്യോതിരി വൈദസ്യം. എങ്ങനെയാണ് വിറകിനുള്ളിൽ അഗ്നി ഇരിക്കുന്നത്, എല്ലാ വിറകിനുള്ളിലും അഗ്നിയുണ്ട്, പക്ഷേ അത് അപ്പോൾ പ്രകടമാകുന്നില്ല. അതേപോലെയാണ് ഭഗവാൻ എല്ലാവരുടെ ഉള്ളിലും വസിക്കുന്നുണ്ട്. ഒട്ടും ദുഃഖിക്കരുത്, ഭഗവാനെക്കുറിച്ച് ഓർത്ത് ഒട്ടും ദുഃഖിക്കരുത്. കാരണം ഭഗവാൻ കുറേ ദൗത്യങ്ങളുണ്ട്, ആ ദൗത്യങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് പോയിരിക്കുന്നത്. ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ കൂടെ ഇത്രയും മകനായിട്ട് നിങ്ങൾക്ക് കിട്ടിയല്ലോ, അത്രയും നാൾ നിങ്ങളുടെ കൂടെ ഇരുന്നുവല്ലോ എന്നൊക്കെ അവർ പല കാര്യങ്ങൾ പറഞ്ഞ് ആശ്വസിപ്പിക്കും. അതുകൊണ്ട് ആശ്വസിപ്പിച്ചിട്ട് അവർ ഒരു സമാധാനം അവരെപ്പെടുത്ത് അവർക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ. അടുത്ത നാൾ രാവിലെ ഗോപികമാർ നോക്കുമ്പോഴല്ലോ നന്ദഗോപരുടെ വീട്ടിൻ്റെ വാതിൽക്ക് ഒരു രഥം. എന്തായത് കഥ? വീണ്ടും വന്നോ ആ ക്രൂരൻ വന്നിട്ടുണ്ട്. ഇനി ആരെ കൊണ്ടുപോകാനാണ് വരുന്നത്? കൃഷ്ണനെ കൊണ്ടുപോയല്ലോ, ഇനിയിപ്പോൾ ആരെയാ കൊണ്ടുപോകുന്നത്, എന്തിനാ വന്നിരിക്കുന്നത്? അവർ നോക്കി. അപ്പോഴാണ് ഉദ്ധവർ കാളിന്തി നദിയിൽ സ്നാനം ചെയ്തിട്ട് കയറി വരിക. അവരും ഒരു ദിവസം തെറ്റിദ്ധരിച്ചു, കൃഷ്ണനാണോ എന്ന് തെറ്റിദ്ധരിച്ചു. നോക്കി കൃഷ്ണനറിയാം ഗോപികമാർ, അല്ല ഉദ്ധവർക്കറിയാം ഗോപികമാർ ഇങ്ങനെ നോക്കി. അവർ കണ്ടപ്പം ഉദ്ധവർ അവരോട് സംസാരിക്കാൻ തുടങ്ങി. വന്നിരിക്കുന്നു, പറഞ്ഞു, ഞാൻ മധുരയിൽ നിന്ന് വരികയാണ്, കൃഷ്ണൻ്റെ അടുത്ത് നിന്ന് വരികയാണ്. ഇതുപോലെ കൃഷ്ണൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സന്ദേശം എന്നോട് തന്നയച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ ഉദ്ധവരെ കണ്ടപ്പോൾ ഉടനെ ചോദിച്ചു, എന്തിനാ വീണ്ടും കൃഷ്ണൻ ഇങ്ങനെ ദൂതനായിട്ട് അയച്ചിരിക്കുന്നത്? എന്താ ഇനി ഞങ്ങളുടെ നിന്ന് കിട്ടാനുള്ളത്? ഞങ്ങളുടെ നിന്ന് കിട്ടാനുള്ളതെല്ലാം കവർന്നെടുത്തിട്ടല്ലേ ആ കൃഷ്ണൻ പോയത്? എന്നിട്ട് പോയിട്ട് ഒരു വാക്ക് പോലും ഞങ്ങളോട് മിണ്ടിയിട്ടില്ല, ഒന്നും അറിഞ്ഞിട്ടില്ല, വന്നിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പരാതികളാണ്. അപ്പോൾ ഇങ്ങനെ പറയണം, ഖഗാ വീതഫലം, അതാ വൃക്ഷത്തിൽ ഫലം തീർന്ന പക്ഷികളൊക്കെ ഉപേക്ഷിച്ച് പോകും അല്ലേ, അങ്ങനെയാണ് പക്ഷികൾ. അതുപോലെ ഗണിക സ്ത്രീകൾ എന്താ മറ്റുള്ളവരുടെ പണം ഇല്ലെന്നുണ്ടെങ്കിൽ അവിടുന്ന് വിട്ടിട്ട് പോകും. പിന്നെ എന്താണ്, ഇങ്ങനെയൊക്കെയാണ് ഓരോന്ന്. കാട്ട് തീ പിടിച്ച് കഴിഞ്ഞാൽ മൃഗങ്ങളെല്ലാം അവിടുന്ന് ഓടിപ്പോകും. അങ്ങനെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ നിൽക്കുള്ളൂ. ഈ കൃഷ്ണനാണെങ്കിൽ ഞങ്ങളുടെ നിന്ന് എല്ലാം കവർന്നെടുത്തിട്ട് ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട് വിട്ടിട്ട് പോയ കൃഷ്ണനാണ് എന്നൊക്കെ ഇങ്ങനെ പരാതികൾ, ഒരു പരിഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ആ നേരത്തെ അവിടെ ഒരു വണ്ട് വരും, കറുത്ത വണ്ട്. അപ്പോൾ ആ വണ്ടിനെ നോക്കിയിട്ട് ആണ് പറയുന്നത്, മധുവ കിതവ ബന്ധോ എന്ന് പറയുന്ന ഈ കൃഷ്ണനെ ആ വണ്ടിനുമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഭ്രമരത്തോട് പറയുന്ന ഭ്രമരഗീതം എന്നാണ് അതിന് പേര്. ആ ഭ്രമരഗീതം കൃഷ്ണനോട് പറയുന്ന മാതിരിയാണ്, എന്തിനാ വീണ്ടും വന്നിരിക്കുന്നത്? ഞങ്ങളുടെ നിന്നെല്ലാം കവർന്നെടുത്ത് പോയതല്ലേ, ഇപ്പോൾ എന്തിനാ അങ്ങനെ വന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് സ്നേഹത്തിൻ്റെ കണിക പോലും ഇല്ലാത്ത ഈ വണ്ടി എന്തിനാണ് വീണ്ടും ഞങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. നിങ്ങൾ കപടനാണ്, കപടശാലിയാണ്, അങ്ങനെയൊക്കെ അവർ കുറേ പരിഭവങ്ങളാണ് എല്ലാം പറയുന്നത്. ഇതെല്ലാം കണ്ടപ്പം ഉദ്ധവർക്ക് മനസ്സിലായി എന്താ ഒരു സ്നേഹം ഇവർക്ക് ഭഗവാനോട് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഭഗവാന്റെ പിരിവ് ഇവർക്ക് താങ്ങാനാകാത്തത്, അതുകൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ഉദ്ധവർക്ക് മനസ്സിലായി. ഉദ്ധവർ അതെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞ ശേഷം പറഞ്ഞു, നിങ്ങൾ അങ്ങനെയൊന്നും ഭഗവാനെ പറ്റി വിചാരിക്കരുത്. ഭഗവാൻ അവിടെ കുറേ ദൗത്യങ്ങളുണ്ട്, അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഭൂമിയിലേക്ക് അവതരിച്ച് വന്നിരിക്കുന്നത് തന്നെ അതിനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ അങ്ങനെ പോയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഭഗവാന്റെ സന്ദേശം കേൾക്കൂ, നിങ്ങൾക്ക് വേണ്ടി തന്നിരിച്ചിരിക്കുന്നതാണ്. അങ്ങനെ സന്ദേശം വായിച്ചു കേൾപ്പിക്കുകയാണ്. എന്താ സന്ദേശത്തിൽ എഴുതിയിരിക്കുന്നത്? ഗോപിമാരെ,
നിങ്ങൾ ഒരിക്കലും എന്നെ പിരിഞ്ഞിരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. സർവ്വചരാചരങ്ങളിലും ഞാൻ നിറഞ്ഞിരിക്കുന്നുണ്ട്. അതുകൊണ്ട് സർവ്വഭൂതങ്ങളിലും വസിക്കുന്ന എന്നെ നിങ്ങൾ ദൂരെ കാണുന്നത് കൊണ്ടാണ്, അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ് ഞാൻ അകന്നിരിക്കുന്നതായിട്ട് തോന്നുന്നത്. അതുകൊണ്ട് നമ്മൾ തങ്ങളിൽ ഒരു വിധത്തിലും അകൽച്ചയില്ല. ഒന്നും ജീവാത്മാ പരമാത്മാ എന്നുള്ള അവസ്ഥയിൽ നമ്മൾ ഒന്നിച്ച് ചേർന്നിരിക്കുന്നവരാണ്. എന്തുകൊണ്ടാണ് ഞാൻ അകന്നു നിൽക്കുന്നത്? പലപ്പോഴും അടുത്തിരിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹം അകന്നിരിക്കുമ്പോഴായിരിക്കും, അല്ലേ? അകന്നിരിക്കുന്നവരെയാണ് കാണണം എന്നുള്ളൊരു ആഗ്രഹവും കൂടുതൽ സ്നേഹവും വർദ്ധിക്കും, ഒന്ന് കാണാൻ വേണ്ടി കൊതിക്കും, അല്ലേ? അടുത്ത് എപ്പോഴും അങ്ങനെ സുലഭമായിട്ട് കിട്ടുന്നവർക്ക് അത്ര വലിയ വിലയൊന്നും കാണില്ല, അല്ലേ? വിലയൊന്നും കാണില്ല. എന്നാൽ കിട്ടില്ല എന്നുള്ളൊരാളിനോട് നമ്മൾ വലിയ ആഗ്രഹമായിരിക്കും, കിട്ടണം എന്നുള്ള പ്രിയം കൂടും. അതുകൊണ്ടാണ് നിങ്ങളിൽ ഞാൻ മാറി നിൽക്കുന്നത്. നിങ്ങൾക്ക് എന്നോടുള്ള പ്രിയം വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാറി നിൽക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഭഗവാൻ ആ ഒരു സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്നെ പിരിഞ്ഞിരിക്കുന്നതായിട്ടൊട്ടും വിചാരിക്കുകയേ വേണ്ട. അങ്ങനെ ഭഗവാന്റെ ആ സന്ദേശമെല്ലാം കേട്ടു ഗോപികമാർ. കുറച്ചൊക്കെ അവർക്ക് സമാധാനമായി. എങ്കിലും ആ ഉദ്ധവരോട് ചോദിക്കുകയാണ്, ഹേ നാഥ, ഹേ രമാനാഥ, വ്രജനാഥാർത്ഥ്യ നാശന, മഗ്നമുദ്ധര ഗോവിന്ദ, ഗോകുലം മൃദനാർണവാർദ്ധം. ഭഗവാന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഹേ നാഥ, ഹേ രമാനാഥ, വ്രജനാഥാർത്ഥ്യ നാശന, ആർത്തിനാശനായ ഭഗവാനെ, ഇവിടെ ഞങ്ങൾ അങ്ങയുടെ പിരിവ് കാരണം മഗ്നമുദ്ധര, ദുഃഖം കൊണ്ടങ്ങ് മുഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഗോകുലം മുഴുവനും മുഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് മുഴുകിപ്പോകുന്നതിന് മുമ്പേ ഞങ്ങളെ കാണാൻ വേണ്ടി വരണമേ, ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ എന്നൊക്കെ അവർ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഒരു മാസക്കാലം ഉദ്ധവർ ഇവരുടെ സ്നേഹം കണ്ടുമൊക്കെ ഇരുന്നു. എന്നിട്ട് ഉദ്ധവരിവിടുന്ന് പോകാൻ നേരം പ്രാർത്ഥിക്കുകയാണ് ഭഗവാനോട്. അല്ല, അവർ ആത്മകഥന്മാർ പറയുകയാണ്, എന്താ ഈ ഗോപികമാരുടെ ഒരു ഭക്തി. ഭഗവാൻ എന്താ പറഞ്ഞത്? ഇവരൊക്കെ എന്നെ പ്രതി ജീവൻ ത്യജിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നുവരുന്നു. ഉദ്ധവർ പറയുകയാണ്, അങ്ങനെ ഒരു അവസ്ഥയേ ഇല്ല. പോകുമ്പോൾ ഗോകുലത്തിൽ ഭഗവാൻ ഈ ഉദ്ധവർ ചെല്ലുന്ന സമയത്ത് ഒരിടത്തും ഒരു ദുഃഖം കാണാനില്ല. എല്ലാവരുടെ വീടുകളിലും നല്ലപോലെ ദീപം തെളിച്ച് നല്ലപോലെ വസ്ത്രധാരണം ചെയ്ത ഈ ഗോപികമാർ അവർ പാടിക്കൊണ്ടേയിരിക്കുകയാണ്. ഭഗവാന്റെ കീർത്തനങ്ങൾ പാടിക്കൊണ്ടേയിരിക്കുക. എന്താ അങ്ങനെ ഇരിക്കുന്ന? അവർ സന്തോഷവതികളായിട്ടിരിക്കുകയാണ്. എല്ലാ ഭക്ഷണമെല്ലാം ഒരുക്കി വെച്ച് കാത്തിരിക്കണം ഓരോ ദിവസവും. കാരണം എന്താ? ഭഗവാൻ പറഞ്ഞിട്ട് പോയി, ഞാൻ വരും എന്നുള്ളൊരു സന്ദേശം. അപ്പോൾ എപ്പോഴാണ് വരുമെന്നുള്ള അറിയില്ല. അതുകൊണ്ട് എല്ലാ ദിവസവും അവർ ഭഗവാന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഭഗവാന് ഭക്ഷണം ഒരുക്കുകയും ഭഗവാന് വേണ്ടി കുളിച്ച് ഒരുങ്ങി നല്ല തയ്യാറായി നിൽക്കുകയാണ്. ഭഗവാന്റെ കീർത്തനങ്ങൾ പാടി ദീപമൊക്കെ തെളിച്ച് കാത്തിരിക്കുകയാണ്. ഉദ്ധവർ അതാണ് കണ്ടത്. അവരുടെ കയ്യിൽ വേറെ ഒന്നും കണ്ടിട്ടില്ല. അവരങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്നതാണ് കണ്ടത്. അതിൻ്റെ കാരണം ഭഗവാൻ വരും എന്നുള്ള പ്രതീക്ഷ. അങ്ങനെയുള്ള ഗോപികുമാരോട് അതേപോലെ ഞാനും ആകണമെന്നൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു ആര്? ഉദ്ധവരും. ആസാമഹോ ചരണരോട് ജുഷാമഹം സ്യാം വൃന്ദാവനേ ഗുൽമലത് ഔഷധീനാം യാ ദുസ്ഥിതം സ്വജനമാര്യ പദം ഹിത്വാ പേജൂർമുകുന്ദ പദവി വിമർഗ്യാം. ആസാമ, അതാ ഈ വൃന്ദാവനത്തിൽ ഒരു പുൽക്കൊടിയായിട്ടെങ്കിലും ജനിച്ചാൽ മതിയായിരുന്നു. എന്താ ഇവരുടെയൊക്കെ ഒരു ഭക്തി! ആ വൃന്ദാവനത്തിൻ്റെ ഇതാണത്, പ്രത്യേകതയാണത്. ഗുൽമ ഔഷധി, അതായത് ചെടി, ഒരു ചെടികൊടിയായിട്ടൊരു പുല്ലായിട്ടെങ്കിലും ജനിച്ച് ഇനിയെങ്കിലും ഒരു ജന്മത്തിൽ എനിക്കിവിടെ ജനിക്കണം. ഈ ഗോപികുമാർ വാഴുന്ന മണ്ണിൽ എനിക്ക് ജനിക്കണം. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണമഭീഷ്ണശാം യാസാം ഹരിഗതോദ്ഗീതം പുരാതിഭവനത്രയം. ആ നന്ദവനത്തിലെ സ്ത്രീകളെ, വ്രജസ്ത്രീകളെ വന്ദിക്കുകയാണ്. വന്ദേ നന്ദവ്രജസ്ത്രീണ, വന്ദിക്കുന്നു. പാദരേണം അഭീഷ്ണ, അവരുടെ പാദരേണുകൾപ്പെട്ട ഈ വൃന്ദാവനം എത്ര പുണ്യമാണ്. സദാ ഒരു ഹരികഥ പാടിപ്പാടി പുനാതിഭുവനത്രയം, 3 ലോകങ്ങളും പവിത്രീകരിക്കുന്നു. അവർ സദാ നാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭഗവാന്റെ നാമത്തെ ജപിച്ചുകൊണ്ടിരിക്കുന്നവർ. അങ്ങനെയുള്ള ഭക്തരുടെ പാദരേണുക്കൾ തൊടുന്നത് തന്നെയാണ് ഏറ്റവും ഭാഗ്യം എന്ന് പറയുന്നു. അവരെ ഭജിക്കുന്നു, അവരെ നമിക്കുന്നു എന്നാണ് ഉദ്ധവർ പറയുന്നത്. ഉദ്ധവർ തിരിച്ചു വന്നിട്ട് ഭഗവാനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാവരും അവിടെ സുഖമായിട്ടിരിക്കുകയാണ്. വിശേഷങ്ങളൊക്കെ അറിയിച്ചു. അതിനുശേഷം ഭഗവാൻ അതൊക്കെ കേട്ട് സന്തുഷ്ടനായി. അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ അടുത്ത കഥ നമ്മൾ നേരെ, ഇവർക്ക് എനിക്ക് എപ്പോഴും സമയം തരില്ല പറയാനായിട്ട്, എപ്പോഴും ശരി എന്നെ ഓടിക്കും. ഓം നമോ ഭഗവതേ വാസുദേവായ. അത് ദശമസ്കന്ധത്തിൽ നമ്മൾ കിടക്കുകയാണ്. ദശമസ്കന്ധത്തിലേക്ക് കിടക്കുമ്പോൾ ജരാസന്ധൻ്റെ കഥയാണ് പറയുന്നത്. അതായത് ജരാസന്ധൻ്റെ പുത്രിമാരാണ് അസ്ഥി നാസ്തി, അസ്ഥി പ്രാപ്തി എന്ന് 2 പേരും. അവരാരാണ്?
കംസൻ്റെ ഭാര്യമാരായിരുന്നു. കംസൻ മരിച്ചതോടുകൂടി രണ്ടുപേരും വിധവകളായി. ആ വിധവകളായ സമയത്ത് പറയുകയാണ്, അവർ രണ്ടുപേരും അച്ഛനോട് പോയി പറഞ്ഞു, പരാതി പറഞ്ഞു, കൃഷ്ണൻ ഞങ്ങളുടെ പതിയെ വധിച്ചു, അതുകൊണ്ട് ഞങ്ങൾ വിധവകളായി. ഇത് കേട്ടപ്പോൾ അച്ഛനായ ജരാസന്ധൻ, ആ ജരാസന്ധന് മഗധ രാജാവാണ്. സകല ഇതുകൊണ്ട്, അതായത് 10,000 ആനയുടെ ബലമുള്ള ജരാസന്ധൻ, അതേപോലെ 11 അക്ഷകുണി പടയുള്ള ജരാസന്ധൻ, അത്രയ്ക്ക് ക്യാമ്പനായിട്ട് ആളാണ്. അവരുടെ പുത്രിമാരാണ് രണ്ടുപേരും വന്ന് പറഞ്ഞു, കൃഷ്ണൻ ഞങ്ങളെ വിധവകളാക്കി, അതുകൊണ്ട് കൃഷ്ണനോട് യുദ്ധത്തിന് പോകണം തീരുമാനിച്ചു ജരാസന്ധൻ. അങ്ങനെ പല ഭഗവാനോട് കൃഷ്ണനോട് ജരാസന്ധൻ യുദ്ധത്തിന് വന്നു. 1 അല്ല 2 അല്ല 3 അല്ല, കുറേ 17 പ്രാവശ്യമാണ് യുദ്ധത്തിന് വന്നത്. അപ്പോൾ ഭഗവാൻ എന്തോ ചെയ്യും, ഓരോ തവണയും വരുന്ന ആ സൈന്യത്തെ മുഴുവനും വധിക്കും, ജരാസന്ധനെ വെറുതെ വിടും. ജരാസന്ധൻ്റെ വിചാരം എന്നെ പേടിച്ചിട്ട് എന്നെ വിടുമെന്നാണ്, ഞാൻ ആ ജയിച്ചതെന്നാണ് പറയുന്നത്, 17 വട്ടം ജയിച്ചതെന്നാണ് ഇന്ന്. പക്ഷെ ഭഗവാൻ എന്തിനാ അങ്ങനെ വിടുന്നത്? ഓരോ വട്ടം പോകുമ്പോഴും ഈ അസുരൻ ഇവരെല്ലാം കൂട്ടിക്കൊണ്ടുവരും. ഭഗവാൻ എന്തിനാണ് ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്? ഭൂമി ഭാരം തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ അധർമ്മികളെയെല്ലാം വധിക്കണം. അപ്പോൾ അതിനുള്ളൊരു വഴി യുദ്ധമാണ്. യുദ്ധത്തിൽ ഇങ്ങനെ ഓരോ തവണ തിരിച്ചയക്കും, ജരാസന്ധൻ അടുത്ത തവണ അതേപോലെ കൂട്ടിക്കൊണ്ടുവരും. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ജരാസന്ധനെ മാത്രം വെച്ചിട്ട് ബാക്കി എല്ലാവരെയും വധിച്ച് അങ്ങനെ യുദ്ധം 17 തവണ യുദ്ധം നടക്കുന്നുണ്ട്. ആ 17 തവണയും ജരാസന്ധനെ പറഞ്ഞയക്കുന്നുണ്ട് ഭഗവാൻ. 18ാമത് തവണ യുദ്ധത്തിന് വേണ്ടിയിട്ട് വരുമ്പോൾ യവന രാജാവ് ഒരു വഴിക്ക് ജരാസന്ധൻ യുദ്ധത്തിന് വന്നു, മറ്റൊരു വഴിക്ക് യവന രാജാവിൻ്റെ സൈന്യവും വന്നു ഒരേ നേരത്തിൽ. ഭഗവാൻ എന്ത് ചെയ്യും? ഒരേ നേരത്തിൽ വന്നാൽ എങ്ങനെയാണെന്ന് നോക്കുക. ഭഗവാൻ ജരാസന്ധൻ്റെ നേർക്ക് സൈന്യത്തെ അയച്ചു. ഭഗവാൻ യവനനെ നേരിട്ടു. യവനന് അപ്പോൾ വാസ്തവത്തിൽ കൃഷ്ണനെ അറിയില്ല, കൃഷ്ണനെ കണ്ടിട്ടില്ല. ദേവന്മാരാണ് ഭഗവാന്റെ ഒരു രൂപത്തെയൊക്കെ പറഞ്ഞു കൊടുത്തത്. യവനൻ എപ്പോഴും യവനനോട് യുദ്ധം ചെയ്യാൻ ആരാണെന്ന് കാത്തിരിക്കുന്ന ഒരാൾ. അപ്പോൾ ഹരിയാണ് യുദ്ധം ചെയ്യാൻ യോജിച്ച ആൾ എന്ന് പറഞ്ഞിട്ടാണ് ഹരിയെ കാണാൻ വരുന്നത്. ഹരി എങ്ങനെയുണ്ടെന്നുള്ള അറിയുകയില്ല കൃഷ്ണൻ. അങ്ങനെ ആ ദ്വാരകയുടെ ഗോപുരത്തിൽ വന്ന് നിൽക്കുമ്പോൾ കൃഷ്ണൻ എന്ത് ചെയ്തു? യവനൻ്റെ മുന്നിലൂടെ ഇങ്ങനെ പതിയെ നടന്നുപോയി. നോക്കിയപ്പോൾ എന്താ ലക്ഷണം, പറഞ്ഞ ലക്ഷണമൊക്കെ ഉണ്ട്, ഇതാണ് കൃഷ്ണൻ. അപ്പോൾ ഈ കൃഷ്ണനെയാണ് ഞാൻ വധിക്കാൻ വന്നിരിക്കുന്നത് മനസ്സിലായി ഈ യവനൻ കൃഷ്ണൻ്റെ പിറകെ അങ്ങനെ പതിയെ നടന്നു. അപ്പോൾ കൃഷ്ണൻ ഓടാൻ തുടങ്ങി. വീണ്ടും കുറച്ചും കൊണ്ടുമ്പോൾ കൃഷ്ണൻ അതിനേക്കാൾ സ്പീഡിൽ ഓടി. എന്തായാലും യവനനെ പേടിച്ച് ഓടുന്നത് പോലെയാണ് ഓടുന്നത്. അങ്ങനെ ഓടി അങ്ങനെ പോയി എന്തായും യവനനെ മനസ്സിലായി. കണ്ടോ, ഞാൻ യുദ്ധത്തിന് വന്നപ്പോഴേ ശരി എന്നെ ഭയന്ന് ഓടുകയാണെന്നാണ് കരുതിയത്. ഭഗവാൻ അങ്ങനെ ഓടി യവനും പിന്നാലെ കൃഷ്ണനും പിന്നാലെ യവനനും പോകുന്നു. അങ്ങനെ പോയി ഈ കൃഷ്ണൻ എന്ത് ചെയ്തു? ഒരു ഗുഹയ്ക്കുള്ളിൽ പോയി കയറും, യവനനും കയറും. അങ്ങനെ കയറിക്കഴിഞ്ഞ് നോക്കുമ്പോൾ കാണാം അവിടെ ഒരാൾ പതിച്ച് മൂടി കിടക്കുന്നു. ആ കിടക്കുന്ന കണ്ടപ്പോൾ തോന്നി കൃഷ്ണൻ അതിനു മുമ്പേ പോയി വന്നിട്ട് പതിച്ച് മൂടി കയറിയതേ ഉള്ളൂ. ആ കിടക്കുന്ന ആളിനെ ഒറ്റ ചവിട്ട് വെച്ച് കൊടുത്തു. കൃഷ്ണനാണെന്ന് കിടന്ന ആളെന്തോ ചാടി എണീറ്റ് ഒന്ന് നോക്കി, അതോടെ മറ്റേ ആൾ ഭസ്മമായി പോയിരുന്നു യവനം. അതെന്താ കഥ? അവിടെ കിടന്നിരുന്ന മുചുകുന്ദനാണ്. മുചുകുന്ദൻ ദേവന്മാരോടൊപ്പം യുദ്ധത്തിന് പോയി തിരിച്ചു വരുന്ന സമയത്ത് എന്താ വരം വേണ്ടെന്ന് ചോദിച്ചു. അപ്പം എനിക്ക് നന്നായിട്ടൊന്ന് ഉറങ്ങുന്ന സമയത്ത് തന്നെ ആരെങ്കിലും ശല്യപ്പെടുത്തിയ അവർ ഭസ്മമാകും. ഞാൻ നോക്കുന്ന സമയത്ത് ഭസ്മമാകണം, ഇതാണ് വരം വാങ്ങിച്ചത്. ഇതറിയാതെയാണ് നമ്മുടെ യവനം പോയി ഉറങ്ങിക്കിടക്കാണ് നോക്കുക മാത്രമല്ല ചവിട്ട് തന്നെ ചെയ്തു. അതുകൊണ്ട് എണീറ്റൊന്ന് നോക്കിയപ്പോൾ യവനം ഭസ്മമായിപ്പോയി. അങ്ങനെയാണ് യവനനെ വധിച്ചത്. അപ്പോഴേ എന്തായി? ഈ മുചുകുന്ദൻ ചോദിച്ചു, അങ്ങ് ആരാണ്? പറഞ്ഞു, ഞാൻ മുചുകുന്ദനും. അങ്ങനെ മുചുകുന്ദനും കൂടെ ചേർന്ന് പിന്നീട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ മുചുകുന്ദൻ്റെ മനോഹരമായൊരു സ്തുതിയുണ്ട്. ആ സ്തുതിയെല്ലാം കഴിഞ്ഞ് ചോദിച്ചു, എന്ത് വരമാണ് അങ്ങേക്ക് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് ഒരു വരവും വേണ്ട, പ്രത്യേകിച്ച് ഒരു വരവുണ്ട്. മുചുകുന്ദ ഇത് പ്രവക്തം യവനാശോപ്രഭ, ഒന്നും എനിക്ക് വേണ്ടതില്ല, വരമൊന്നും എനിക്ക് വേണ്ട. അങ്ങനെ വരമൊന്നും വേണ്ട, കാരണം ഈ ഒന്നും കിട്ടിയിട്ടും കാര്യമില്ല, കൂടെയുള്ള ആരും ഇപ്പം ഇല്ല. അതുകൊണ്ട് തന്നെ ഒന്നും വരം വേണ്ട എന്ന് പറയുകയാണ്. അങ്ങനെ ആ മുചുകുന്ദൻ സ്തുതിയിൽ സന്തുഷ്ടനായി ഭഗവാൻ അവിടുന്ന് പോകുന്നു. അങ്ങനെയാണ്. അടുത്തത് നമ്മൾ നേരെ പോകുന്നത് എന്താണ്? രുക്മിണി സന്ദേശത്തിലേക്ക് പോവാം. രുക്മിണി സന്ദേശത്തിലേക്ക് പോകുമ്പോൾ അവിടെ രുക്മൻ്റെ കഥ പറയുകയാണ്. അതായത് രുക്മിണി ആരെന്നുള്ള കഥ പറയുകയാണ്. ഭീഷ്മകൻ എന്നുള്ള രാജാവ്, വിദർഭ രാജാവിന് 5 പുത്രന്മാരും 1 പുത്രിയും. പുത്രന്മാരുടെ പേരാണെങ്കിൽ രുക്മഗ്രജോ, രുക്മരഥോ, രുക്മബാഹു, രുക്മകേശോ, രുക്മമാലി, അങ്ങനെ തുടങ്ങിയുള്ള രുക്മി തുടങ്ങിയ 5 പേര്. രുക്മിണി എന്നൊരു മകളും ഉണ്ട്. ഭീഷ്മകൻ എന്ന രാജാവിനാണ്. ആ
പരീക്ഷിത്ത് ശ്രീശുകനോട് ചോദിക്കുകയാണ്, ഭഗവാൻ രുക്മിണി വിവാഹം കഴിച്ചു, രാക്ഷസ വിധി പ്രകാരം വിവാഹം കഴിച്ചുവല്ലോ, ആ കഥയൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുകയാണ് പരീക്ഷിത്ത് ശ്രീശുക മഹർഷിയോട്. അവിടെ ആ കഥയാണ് പറയുന്നത്. ഈ രാജാവിന് ഇത്ര പുത്രന്മാരുണ്ടായിരുന്നു. ഈ രുക്മിണീ ദേവി ഈ 5 പുത്രന്മാരും അത്രയൊന്നും ശരിയല്ലാത്ത പുത്രന്മാരാണ്. പക്ഷെ രുക്മിണി ചെറുപ്പം തൊട്ട്, വളരെ കുട്ടിയായിരിക്കുമ്പം തൊട്ട് എപ്പോഴും നാരദാദി മഹർഷികളുടെ പറഞ്ഞു കേട്ട കഥകളിലൂടെ കൃഷ്ണനെ അന്ന് തൊട്ടേ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഈ രുക്മിണി. ചെറുപ്പം തൊട്ട് അങ്ങനെ വളർന്നോറും അവൾക്ക് കൃഷ്ണനോട് പ്രേമം തന്നെ ആയി, പ്രേമം ഉണ്ട്. അച്ഛനൊക്കെ സമ്മതമാണ്, നല്ലതാണ്, കൃഷ്ണൻ നന്നായ ആളാണെന്നൊക്കെ ഉള്ളൊരു വിചാരമുണ്ട്. അതുകൊണ്ടൊന്നും അല്ല. പക്ഷേ ഈ രുക്മിക്കൊന്നും ഒട്ടും ഇഷ്ടമല്ല, കൃഷ്ണനെ അല്പം പോലും ഇഷ്ടമില്ലാത്തതാണ് രുക്മിക്കും മറ്റ് സഹോദരന്മാർക്കും ആർക്കും. അങ്ങനെ ഇരിക്കെ രുക്മിണിക്ക് വിവാഹാലോചന. രുക്മിണിയുടെ മനസ്സ് പിതാവിന് അറിയുന്ന കാരണം കൃഷ്ണനെ തന്നെ വിവാഹം കഴിപ്പിച്ച് വെക്കാം എന്ന് തീരുമാനിച്ചെങ്കിലും രുക്മിക്ക് സമ്മതമായിരുന്നില്ല. രുക്മി ശിശുപാലൻ എന്നുള്ള ചേതി രാജാവിനെയാണ് സഹോദരിക്ക് വേണ്ടി കണ്ടുപിടിച്ചത്. ആ സഹോദരിക്ക് വേണ്ടിയുള്ള ആ കണ്ടുപിടിച്ച ശിശുപാലൻ അച്ഛൻ പറഞ്ഞു, രുക്മിണിക്ക് ആഗ്രഹം വന്ന് കൃഷ്ണനാണ്. കൃഷ്ണന് യാതൊരു യോഗ്യതയുമില്ല എൻ്റെ സഹോദരിയെ വിവാഹം കഴിക്കാൻ, യാതൊരു. എന്താ പിന്നെ ആരെയാണ് കഴിക്കുന്നത്? ശിശുപാലൻ. എന്താ ശിശുപാലൻ്റെ യോഗ്യത? പേരിൽ തന്നെ യോഗ്യത ഉണ്ടല്ലോ. എന്താ അത്? ശിശുപാലൻ എന്നാണ്. പിന്നെ ശിശു ഉണ്ടാക്കി പിന്നെ പാലിക്കാൻ വേറെ ആരെയും വെക്കണ്ട, ശിശുപാലൻ തന്നെ മതിയാകും. അതുകൊണ്ട് പേരിൽ തന്നെ യോഗ്യത ഉണ്ട്, അത് തന്നെയാണ് യോഗ്യത എന്ന് പറഞ്ഞു. എന്തായാലും അച്ഛൻ പറഞ്ഞു, ഇല്ല, അത് കൃഷ്ണന് കൊടുക്കാം. അങ്ങേക്കും എന്ത് ഗതും കംസന് വന്നത് ശൂരസേന രാജാവിനെ ജയിലിലിട്ടതുപോലെ അങ്ങേയും പിടിച്ച് ഞാൻ അവിടെ ഇടും, ജയിലിലിടും. അതുകൊണ്ട് മിണ്ടാതിരുന്നുകൊണ്ട് മകൻ പറഞ്ഞു. അച്ഛൻ പിന്നെ ഒന്നും മറുവാക്ക് പറയാനില്ല. അന്നേ ഉണ്ടായിരുന്നു അന്നത്തെ മക്കൾ അല്ലേ, അച്ഛനെ വഴിക്ക് വരുത്തുന്ന മക്കളുണ്ടായിരുന്നു. എന്തായാലും ശരി, അച്ഛന് അത് ചെയ്യാതിരിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് വിട്ടു, രുക്മിണിയുടെ തീരുമാനത്തിന് വിട്ടു. ഇതൊന്നും പാവം നമ്മുടെ രുക്മിണി അറിയുന്നേ ഉണ്ടായിരുന്നില്ല. ഇവിടെ കല്യാണം നടക്കുന്നതും വേറെ ആൾ തീരുമാനം. രുക്മിണി ഇങ്ങനെ സ്വപ്നം കണ്ട് നടക്കുക, കൃഷ്ണനെ കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന് സ്വപ്നം കണ്ട് നടക്കും. അപ്പോൾ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു. ഇതും നടന്നു, ക്ഷണക്കത്തുകളൊക്കെ കൊടുക്കാൻ തുടങ്ങി, എല്ലാം ചെയ്തു. ഒന്നും പാവം രുക്മിണി മാത്രം അറിഞ്ഞില്ല. ഒരു ദിവസം അവിടെ ഒരു ബ്രാഹ്മണൻ വന്നു. ബ്രാഹ്മണൻ വന്നു, ഈ രുക്മിണി സന്തോഷവതിയായിട്ടിരിക്കുന്നു. ബ്രാഹ്മണന് അറിയാം രുക്മിണിക്ക് കൃഷ്ണനെയാണ് വേണ്ടുന്നതെന്നുള്ള അറിയാം. പക്ഷേ രുക്മിണി ഇപ്പം എന്താ സന്തോഷമായിട്ടിരിക്കുന്നല്ലോ, ശിശുപാലനെ കല്യാണം കഴിക്കുന്ന അറിഞ്ഞിട്ടും എന്ന്. അപ്പോഴാണ് ബ്രാഹ്മണൻ പറഞ്ഞു, സാരല്ല കുട്ടിയും, അങ്ങനെയൊക്കെയാണ്, നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നടക്കണമെന്നില്ലല്ലോ. ഇങ്ങനെയൊക്കെ പറഞ്ഞു രുക്മിണി വിചാരിച്ചു, എന്തിനാ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ കൃഷ്ണനെയല്ലേ വിവാഹം കഴിക്കാൻ പോകുന്നത്. പിന്നെ അപ്പോഴാണ് പറഞ്ഞത്, കുട്ടി കൃഷ്ണനെ അല്ല വിവാഹം കഴിക്കാൻ പോകുന്നത്, ശിശുപാലനാണ് വിവാഹം കഴിക്കാൻ പോകുന്നത്. തീരുമാനിച്ചു കഴിഞ്ഞു. നാളെ കഴിഞ്ഞ് മറുനാൾ കല്യാണം. ഇത് കേട്ടതും രുക്മിണിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. നാളെ കഴിഞ്ഞ് മറുനാൾ കല്യാണം, ആരും അറിയിച്ചിട്ടില്ല. അപ്പോൾ ആ രുക്മിണി പിതാവിനോടും ഒക്കെ പറഞ്ഞു. പക്ഷെ പറഞ്ഞു, എല്ലാം തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു, ഇനിയൊന്നും മാറ്റാൻ പറ്റില്ല, അതേപോലെ കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞു. ആ നേരം എന്ത് ചെയ്യണമെന്നല്ല. രുക്മിണി പറഞ്ഞു, ഈ ബ്രാഹ്മണർ എന്നെ ഒന്ന് സഹായിക്കാമോ? തീർച്ചയായിട്ടും ഞാനൊരു സന്ദേശം തരാം, ഇത് കൃഷ്ണനെ കൊണ്ട്, ദ്വാരകയിലുള്ള കൃഷ്ണൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കാമോ അങ്ങേക്കും? അതൊന്ന് കൃഷ്ണനെ അറിയിക്കണം. ബ്രാഹ്മണൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ കൊണ്ട് കൊടുക്കാം. അങ്ങനെ ഒരു രുക്മിണി ആദ്യമായിട്ടൊരു ലവ് ലെറ്റർ എഴുതി. ഫസ്റ്റ് ലവ് ലെറ്റർ അതാ. അങ്ങനത്തെ ഒരു ലവ് ലെറ്റർ എഴുതി. എന്താണ് രുക്മിണി എഴുതിയിരിക്കുന്ന വാചകങ്ങളും? ശ്രുത്വാ ഗുണാൻ ഭുവന സുന്ദര ശൃണ്വതാം തേ നിർവിശ്യ കർണവിവരെ ഹരതോങ്കതാപം രൂപം ദൃശാം ദൃശിതമാം അഖിലാർത്ഥലാഭം തൊയ്യച്യുതാ വിശദി ചിത്തം അഭത്രപം മേ. പറയാണ് ഭഗവാനോട്, ആദ്യം തന്നെ പറയാണ്, ഭഗവാനെ ശ്രുത്വാ ഗുണാൻ ഭുവനസുന്ദര. ഭുവനസുന്ദര എന്ന് ആദ്യം വിളിച്ച രുക്മിണിയാണ്. ഭുവനസുന്ദര എന്ന് ഭഗവാനെ സംബോധന ചെയ്തത് ആദ്യം വിളിച്ചത് അങ്ങനെ. അങ്ങയുടെ ഈ ഭുവനസുന്ദര, ഹേ ഭുവനസുന്ദര, അങ്ങയുടെ ഗുണഗണങ്ങൾ കേട്ടു ചെറുപ്പം മുതൽ, കുട്ടിയായിരിക്കും മുതൽ ഞാൻ കേട്ട് എൻ്റെ മനസ്സ് അങ്ങയിലേക്കങ്ങ് അന്ന് തൊട്ടേ അങ്ങനെ തന്നെ ലയിച്ചിരിക്കുകയാണ്. രൂപം ദൃശാന്തൃശ്യമാകില്ല അതിനാർത്ഥ ലാഭം. അങ്ങനെ രൂപത്തെ ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ പോലും അങ്ങയുടെ ഗുണങ്ങളെല്ലാം കേട്ട് ഞാൻ അങ്ങനെ അപത്രപം, ഞാൻ ലജ്ജപ്പെട്ട് പറയുകയാണ്. ഞാൻ അങ്ങയിലെ പ്രേമവതിയായിരിക്കുകയാണ് എന്ന് ലജ്ജപ്പെട്ട് ഞാൻ പറയുകയാണ്. കാത്വാമുകുന്ദ മഹതി കുലശീലരൂപ വിദ്യാമയോ ദ്രവിണധാമ വിരാത്മതുല്യം ധീരാപതിം കുലവതിന വൃണീത കന്യാ കാലേ നരസിംഹ നരലോക മനോഭിരാമം. അങ്ങ് വിചാരിക്കാം, ഒരു കുലശീലയായിട്ടുള്ള പെൺകുട്ടി ഇങ്ങനെയൊക്കെ പറയുമോ? ഇങ്ങനെയൊക്കെ ശരി, അങ്ങോട്ട് പോയിട്ട് ഞാൻ അങ്ങയെല്ലാം പ്രേമിക്കുന്നു, അല്ല ഞാൻ അങ്ങ് നാളത്തെ വിട്ട് പറയുകയാണ്, ഇങ്ങനെയൊക്കെ ഒരു നല്ല കുലത്തിലുള്ളവർ പറയാറില്ല എന്ന് അങ്ങ് കരുതുന്നുണ്ടാവാം. ഇത്
എല്ലാം എഴുതുന്ന രുക്മിണിയാണ്, രുക്മിണിയുടെ കത്താണ്. പറയുകയാണ് അങ്ങ് പക്ഷേ ഞാൻ അങ്ങനൊന്നും അല്ല, ഞാൻ നല്ല കുലശീല രൂപം ഒക്കെ ഉള്ള ആളാണ് തന്നെയാണ്. പക്ഷേ കൃഷ്ണ, ധീരാപതിയും കുലവതിയും, നല്ല പെൺകുട്ടികൾ ആരെയും ആഗ്രഹിക്കുന്ന നല്ല കുലത്തിലുള്ള ആൾക്കാരെ ആഗ്രഹിക്കും. അത് ഒരു പക്ഷെ പറഞ്ഞില്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയാലോ, പല പേരുടെ ആഗ്രഹം ഉണ്ടാകുമല്ലോ. അപ്പം ഞാനതുകൊണ്ട് മുൻകൂട്ടി അങ്ങ് പറയുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ എന്നെ തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട. ഞാനങ്ങനെ മോശമായിട്ടുള്ളത്, അതായത് കുലം ശീലങ്ങളൊന്നും ഇല്ലാത്ത പെൺകുട്ടിയാണെന്നൊന്ന് കരുതരുതേ ഭഗവാനെ എന്നൊക്കെ. എന്നിട്ട് അടുത്ത് പറയുകയാണ്, തന്മേ ഭവാൻ ഖലു വൃത പതിരംഗജായാം ആത്മാർപ്പിതോ ഭവത്ര വിഭോവിദേഹീം മാം വീരഭാവമരിച്ചതു ശൈത്യാരാം ഓമായു മൃഗപതേ ബലിമംബുജാക്ഷാം. ഞാൻ അങ്ങയുടെ ഭാഗമാണ്, സിംഹത്തിൻ്റെ ഭാഗമാണ്. ഇതിനെ ഒരു കുറുക്കൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, ആരാ കുറുക്കൻ? ശിശുപാലനുള്ള കുറുക്കന് അങ്ങ് വിട്ടു കൊടുക്കരുത്. കാരണം ഞാൻ അങ്ങയ്ക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ആ വീരഭാഗത്തെ അങ്ങ് തന്നെയാണ്, ഈ ചൈത്യൻ ഈ ശിശുപാലനൊന്നും കൊണ്ടുപോകുന്നവനെ അങ്ങ് ചെയ്യരുത്. അതുകൊണ്ട് തന്നെ അങ്ങ് സ്വീകരിക്കണം എന്നുള്ളതാണ് ആവശ്യം. എന്നിട്ട് പറയുകയാണ്, ഞാൻ അതായത് എത്ര വ്രതങ്ങളും ഒക്കെ ഞാൻ അനുഷ്ഠിച്ചിട്ടുണ്ട്. പൂർത്ത ഇഷ്ട ദത്ത നിയമ വ്രതദേവ, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഫലമായിട്ട് എനിക്ക് കൃഷ്ണനെ പതിയായിട്ട് ലഭിക്കണം എന്നാണ് ആഗ്രഹം. ആരാധിതോ യതി ഗതാഗത ഏദ്യപാണിയും ഗൃണാതുമേന ദമഘോഷസുതായുണ്യം. എന്തൊക്കെയാണെങ്കിലും ശരി, ദമഘോഷസുതനായിട്ടുള്ള ശിശുപാലനെ ഞാൻ വിവാഹം കഴിക്കില്ല, തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങേ കിട്ടിയില്ലെങ്കിലും ഞാൻ ദമഘോഷൻ്റെ പുത്രനായ ശിശുപാലനെ വിവാഹം കഴിക്കില്ല. ഇനി അങ്ങ് വിചാരിക്കുകയാണ്, അടുത്ത ശ്ലോകത്തിൽ പറയാം, ശോഭാവിനി ത്വമജിതോദ്വഹനേ വിദർഭാൻ ഗുപ്തസമേത്യ പ്രതനാവി പദവിപരീതാം നിർമ്മദ്യ ചൈത്യ മഹേന്ദ്രബലം പ്രസഹ്യാം മാം രാക്ഷസേന വിധിനോദ്വഹ വീരശുൽക്കം. എന്താ രുക്മിണിയുടെ ഒരു അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, എങ്ങനെയാണ് എന്നെ കൊണ്ടുപോകേണ്ടത്, എങ്ങനെയാണ് എന്നെ കല്യാണം കഴിക്കും. കൃഷ്ണനല്ല തീരുമാനിക്കുന്ന ഒന്നും. ഇവിടെ പറയുകയാണ്, അങ്ങ് വിചാരിക്കും നാളെ കഴിഞ്ഞ് മറ്റന്നാൾ കല്യാണം, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ? എല്ലാം തീരുമാനിച്ചുവല്ലോ, എല്ലാം നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞു, ഇനി ഞാനെന്ത് ചെയ്യാനെന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ഞാനൊരു വഴി പറഞ്ഞുതരാം. എന്താണ്? ഈ ഞങ്ങൾക്ക് ക്ഷത്രിയന്മാർക്കൊരു ഇതുണ്ട്, രാക്ഷസ വിധി പ്രകാരം വിവാഹം കഴിക്കാം. അതാ വിവാഹ വേദിയിൽ നിന്ന് തട്ടിയെടുത്തിട്ട് കൊണ്ടുപോയി കല്യാണം കഴിക്കുന്നത്, അതാണ് രാക്ഷസ വിധി. അത് ക്ഷത്രിയർക്ക് അനുവദിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് അങ്ങൊരു കാര്യം, അങ്ങ് ക്ഷത്രിയനാണല്ലോ, ഈ കല്യാണ വേദിയിൽ നിന്ന് വേണമെങ്കിൽ അങ്ങോട്ട് തന്നെ തട്ടിയെടുത്തിട്ട് കൊണ്ടുപോയിക്കോ എന്ന് അങ്ങോട്ട് ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ് ഈ രുക്മിണി. അത് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ എന്നെ രാക്ഷസ വിധിപ്രകാരം അങ്ങേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതും പറഞ്ഞതിന് ശേഷം പറയുകയാണ്, ഇനി ഒരു പക്ഷേ എന്തായാലും അവിടെ കല്യാണ വേദിയിൽ ആരൊക്കെ ഉണ്ടാവും? കുറേ രാജാക്കന്മാരൊക്കെ വന്നിട്ടുണ്ടാകും. അങ്ങനെ തട്ടിയിടുമാർ ചുമ്മാ നിൽക്കുമോ? യുദ്ധമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനൊക്കെ മറ്റിവരൊക്കെ ജരാസന്ധനുണ്ട്, മറ്റ് ശിശുപാലൻ്റെ സൈന്യമുണ്ട്, യുദ്ധം വരാൻ സാധ്യതയുണ്ട്. ഒരു വിവാഹവേദി, ഒരു മംഗളകരമായ വിവാഹവേദി രക്തച്ചൊരിച്ചിലുണ്ടാകുന്നൊരു വേദിയാകാൻ ഒരു പക്ഷേ ആഗ്രഹിക്കുന്നുണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങതാണ് അങ്ങയുടെ പ്രശ്നമെങ്കിലും അങ്ങനെ അങ്ങ് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു ശരിയല്ലല്ലോ രുക്മിണിയും. അതെന്ന് വെച്ചാൽ ഒരു കല്യാണവേദിയെ ഇങ്ങനെ അമംഗളകരമാക്കാൻ പാടില്ലല്ലോ എന്ന് അങ്ങ് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യാം? ഇനിയൊരു മാർഗം ഞാൻ പറഞ്ഞുതരാം. നല്ല ബുദ്ധിശാലിയല്ലേ? അന്തഃപുരാന്തരജനീയം അനിഹത്യ ബന്ധുവം ത്വാമുദ്ദഹേ കഥമതി പ്രവദാപ്യവായം പൂർവേദുരസ്ഥതി മഹതി കുലദേവിയാത്ര യസ്യാംബകർണവധൂർ ഗിരിജാ ഉപയാതും. ഞങ്ങൾക്കൊരു സമ്പ്രദായമുണ്ട്. അതായത് കല്യാണത്തിൻ്റെ തലേന്നല്ല, കല്യാണത്തിൻ്റെ തലേന്ന് കുലദേവി യാത്രയുണ്ട്. കുലദേവിയെ പോയി താമസ്കരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. കല്യാണ പെണ്ണിനെ കൂട്ടി എല്ലാവരും അവിടേക്ക് പോകും. അപ്പോൾ കുറേ മാതൃജനങ്ങളൊക്കെ കൂടി ഉണ്ടാകും. അപ്പോൾ ഞാൻ അവിടെ ആ ക്ഷേത്രത്തിൽ തൊഴാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ അവിടെ വരുന്ന സമയത്ത്, ആ കുലദേവിയുടെ യാത്രയിൽ വരുന്ന സമയത്ത് അങ്ങ് വന്ന് എന്നെ അവിടെ നിന്ന് കൊണ്ടുപോയിക്കോളൂ എന്നറിയുന്നു. അവിടെ ആകുമ്പം ആരും അധികം ഉണ്ടാവില്ല. അതുമാത്രമല്ല, അങ്ങേക്ക് യുദ്ധമൊന്നും ചെയ്യേണ്ടി വരില്ല. യുദ്ധം ചെയ്യാതെ എന്നെ അവിടുന്ന് കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ട് എന്നെ അവിടുന്ന് അങ്ങനെ ആ രീതിയിൽ വന്നും കൊണ്ടുപോയിക്കോളൂ എന്നാണ് ഒരു പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം പറയുക, അങ്ങനെ വന്ന് കൊണ്ടുപോയാലും നല്ലത് എന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുന്നു. നീ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അങ്ങനെ സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല, വരുന്നില്ല എങ്കിൽ ഒരു ഭയപ്പെടുത്തലും കൂടെ ചെയ്തു, ഒരു ഇതും കൂടെ വെച്ച് എങ്കിൽ എന്നുണ്ട്. എന്താണെന്നെങ്കിലും ഞാൻ എന്തോ ചെയ്യും? യസ്യാംഗ്രി പങ്കജരസനപനം മഹാന്തോ വാഞ്ചന്തിവാദിതപരമാധർമ്മോ മഹത്യേയും യർഹി അംബുജാക്ഷനലഭേയം ഭവത്പ്രസാദം ജഹ്യാമസുൻ വ്രതകൃശാൻ ശതജന്മഭീ സ്യാത്. എന്ത് ചെയ്യും? ഞാൻ ആ ചൈതന്യ കല്യാണം കഴിക്കൊന്നുമില്ല. ഞാൻ
ഭക്ഷണമൊക്കെ കഴിക്കാതിരുന്നു, വ്രതമെടുത്ത് എത്ര ജന്മം, 100 ജന്മം വ്രതമെടുത്തൻ്റെ ശരീരം വെച്ച് ഇല്ലാതായിട്ട് വന്നുകൊണ്ടിരിക്കും. എന്തിനു വേണ്ടിയും? ഭഗവാനെ വിവാഹം കഴിക്കാൻ വേണ്ടി ഞാൻ 100 ജന്മം വീണ്ടും ജനിച്ച് വരും എന്ന് ഭഗവാനൊരു വലിയൊരു ഭീഷണി കൂടെ കൊടുത്തു. ആ ഭീഷണിയിലാണ് ഭഗവാൻ വീണത്. ആദ്യം എല്ലാം കേട്ടിട്ടൊന്നും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ആ ഭീഷണിയിൽ ഭഗവാൻ തോന്നി ഒരു കല്യാണം കഴിക്കാൻ വേണ്ടി ഇനിയൊരു അവതാരം എടുക്കണം, അല്ലേ? ഇപ്പോഴും കഴിച്ചാൽ തീർന്ന കാര്യം കഴിഞ്ഞ്. ഒരു കല്യാണത്തിൻ്റെ രുക്മിണിയെ കല്യാണം കഴിക്കാൻ വേണ്ടി എന്തിനാ ഈ അവതാരം? അത് രുക്മിണിയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ അത് മോശമല്ലേ? എന്തെങ്കിലും കാര്യം വേണ്ടേ അവതാരത്തിന്? അപ്പോൾ ഭഗവാൻ വിചാരിച്ചു എന്തായാലും ഇതിപ്പം രുക്മിണി പറഞ്ഞ പോലൊക്കെ തന്നെ അങ്ങ് ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പം ഈ ബ്രാഹ്മണനാണ് ഈ കത്ത് വായിച്ച് കേൾപ്പിക്കുന്നത്. ഭഗവാൻ പറഞ്ഞു, ബ്രാഹ്മണ നീ തന്നെ വായിച്ചോളൂ. എന്തിനായിരിക്കും? ഒരു കത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ രഹസ്യമായിട്ടല്ലേ വായിക്കുക? അത് രുക്മിണിയെ പോലെ ഒരു പെൺകുട്ടിയെ കൊടുത്തയച്ചാൽ എന്തിനായിരിക്കും ഭഗവാൻ വന്നിട്ട് ബ്രാഹ്മണോട് വായിക്കാൻ പറഞ്ഞേ? നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. വഴികാട്ടി കൊടുക്കും പെൺകുട്ടികൾക്കല്ലേ. ഇപ്പോൾ പെൺകുട്ടികളെ കുറ്റം പറയണമല്ലോ. എന്ത് സാമർത്ഥ്യമുള്ള കുട്ടിയായിരുന്നു രുക്മിണി, അല്ലേ? അതിനായിരിക്കാം ഇത് ഉറക്കെ പഠിക്കാൻ പറഞ്ഞു, വായിക്കാൻ പറഞ്ഞത്. എന്തായാലും ശരി, അതെല്ലാം കഴിഞ്ഞ സമയത്ത് ഭഗവാൻ അപ്പോൾ ബ്രാഹ്മണനോട് പറയാം, ബ്രാഹ്മണ 2-3 ദിവസമായിട്ട് എനിക്ക് ഉറക്കമേ ഇല്ല. ഇന്ന് രുക്മിണിയുടെ കല്യാണം തീരുമാനിച്ച് അറിഞ്ഞപ്പം തൊട്ട് എനിക്ക് ഉറക്കമില്ല. കാരണം എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. കല്യാണം നിശ്ചയിച്ചു. എനിക്ക് രുക്മിണി വിവാഹം കഴിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് രുക്മിണിയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. അല്ലെങ്കിൽ ഞാനായിട്ട് ചോദിച്ചേനെ. അറിഞ്ഞപ്പോഴോ കല്യാണം നിശ്ചയിക്കുകയും ചെയ്തു. അതുകൊണ്ട് 2-3 ദിവസമായിട്ട് ഞാനിങ്ങനെ ആലോചിക്കുക, എങ്ങനെയാ രുക്മിണിയെ കൊണ്ടുവരാൻ സാധിക്കുക എന്ന് ആലോചിച്ചു. പക്ഷേ വേണ്ടാന്ന് വെച്ചു. കാരണം കല്യാണം നിശ്ചയിക്കപ്പെട്ട കുട്ടിയല്ലേ, അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ എന്തായാലും രുക്മിണി തന്നെ സന്ദേശം കൊടുത്ത് ഇങ്ങോട്ട് വിട്ട സ്ഥിതി ഇനി പിന്മാറുന്ന പ്രശ്നമില്ല. അല്ല വേണ്ടേ, വീരം കാണിക്കണ്ടേ? അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു? ഏറ്റവും വേഗം കൂടിയ കുതിരകൾ പോട്ടി 4 കുതിരകൾ, ശൈബ്യ, സുഗ്രീവ, മേഘപുഷ്പക, വലാഹ എന്ന് 4 കുതിരകളുടെ പേരാണ്. അങ്ങനെ കൂട്ടി അത് ഏറ്റവും വേഗം കൂടി ആ കുതിര കൂട്ടിയ രഥത്തിൽ കയറി ബ്രാഹ്മണനോടൊപ്പം പുറപ്പെട്ടു പോയി. ആരോടും ചോദിച്ചില്ല. കല്യാണം കഴിക്കാൻ പോവാ. അച്ഛനും അമ്മയൊക്കെ ഉണ്ട്, അച്ഛനമ്മയുണ്ട്, സഹോദരനൊക്കെ ഉണ്ട്. ആരോടും ചോദിച്ചില്ല, നേരെ പുറപ്പെട്ടു പോയി. ആ സമയത്താണ് നമ്മുടെ ബലരാമസ്വാമി അവിടെ വന്നത്. ബലരാമ ചോദിച്ചു, കൃഷ്ണൻ എങ്ങോട്ടാണ് പോയത്? പാറകുമാരൻ്റെ ചോദിച്ചു. പാറകുമാരൻ പറഞ്ഞു, അതൊന്നും അറിയില്ല, ഒരു ബ്രാഹ്മണൻ വന്നിട്ടുണ്ടായിരുന്നു, എന്തൊക്കെയോ വായിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നിട്ട്, എന്നിട്ട് കല്യാണമെന്നോ രുക്മിണിയെന്നോ ഭീഷ്മകനെന്നോ ഒക്കെ ഇങ്ങനെ പറയുന്ന ചില വാക്കുകളൊക്കെ എൻ്റെ കാതിൽ വീണു. ഇതൊക്കെയുള്ളൂ എനിക്കറിയാവുള്ളൂ. എന്നിട്ട് ആ തേരിൽ കയറി പോവുകയും ചെയ്തു. അപ്പോഴാണ് ആ കത്ത് അവിടെ കിടപ്പുണ്ടായിരുന്നു. എടുത്ത് വായിച്ച് നോക്കിയപ്പോൾ ബലരാമൻ മനസ്സിലായി, ഈ കൃഷ്ണൻ്റെ കാര്യം. കൃഷ്ണ അവിടെ എത്ര പേരെ, സൈന്യം മുഴുവനുണ്ട്, പല രാജ്യങ്ങളിലെ രാജാക്കന്മാരുണ്ട്, യുദ്ധം തീർച്ചയാണ്. ഈ കൃഷ്ണൻ എന്തുദ്ദേശിച്ചിട്ടാണ് പോയിരിക്കുന്നതെന്ന് കരുതി കൃഷ്ണനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ബലരാമൻ സൈന്യത്തോടു കൂടി പുറപ്പെട്ടു. കൃഷ്ണനെ സഹായിക്കാൻ, അവിടെ യുദ്ധം ഉണ്ടായാൽ നോക്കാൻ വേണ്ടി സൈന്യത്തോടു കൂടി അങ്ങോട്ട് പുറപ്പെടുകയാണ്. അങ്ങനെ പുറപ്പെട്ട് പോയി ആ സമയത്ത് ഇപ്പോൾ ഘോഷയാത്രയ്ക്ക് പോകുന്നവരെല്ലാം പോകാം. പിന്നെ ഒരു 2 മിനിറ്റിൻ്റെ ഉള്ളിൽ കൃഷ്ണൻ അവിടെ അപഹരിക്കാൻ പോയിരിക്കുകയാണ്. പുറപ്പെട്ട് പോയല്ലോ, നിങ്ങൾ പോകൂ, കൂട്ടിയിട്ട് വരൂ, കൊണ്ടുപോയി കൃഷ്ണനോടൊപ്പം വരൂ. അങ്ങനെ ഭഗവാനോട് എന്താ പറഞ്ഞിരിക്കുന്നത്? കുലദേവി യാത്രയ്ക്ക് പോകുമ്പോൾ കൂട്ടിക്കൊണ്ട് വരാൻ പോകുന്നത്. അങ്ങനെ ഭഗവാൻ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഒരു ബലരാമസ്വാമി സൈന്യത്തോട് അവിടെ എത്തിയിട്ടുണ്ട്. ഭഗവാൻ വേറൊരു വഴി കൂടെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ കൃഷ്ണൻ ചോദിച്ചു, എന്തിനാ ബലരാമസ്വാമി വന്നിരിക്കുന്നത്? കത്തെങ്ങാനും കോപ്പിയെങ്ങാനും കൊടുത്തോ എന്തോ അറിയില്ല രുക്മിണി എന്ന് ചിന്തിച്ചു അത്രേ. എന്തായാലും ശരി, ബലരാമൻ പറഞ്ഞു, വേണ്ടാത്തൊന്നും ചിന്തിക്കേണ്ട, നിന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. നീ ഇങ്ങനെ എടുത്തു ചാടി ഓരോന്നൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയാം എന്നൊക്കെ ഉപദേശിച്ചിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് കുലദേവി യാത്രയ്ക്ക് പുറപ്പെടുന്നു. ദേവി എല്ലാവരും പ്രായമായ സ്ത്രീകളും എല്ലാം കൂടി ചേർന്ന് ദേവിയെ ഒരുക്കി അലങ്കരിച്ച് കുലദേവിയെ കാണാൻ വേണ്ടി കൊണ്ടുപോകുന്നു. ആ ദേവിയുടെ അടുത്ത് പോയിരുന്ന രുക്മിണി പ്രാർത്ഥിക്കുകയാണ്. നമസ്യേ ത്വാംബികേ അഭീഷ്ണം സ്വസന്താനയുധാം ശിവാം ഭൂയാ പതിർമേ ഭഗവാൻ കൃഷ്ണസ്തദനുമോദതാം. നമസ്യേ ത്വാംബികേ അഭീഷ്ണം സ്വസന്താനയുധാം ശിവാം ഭൂയാ പതിർമേ ഭഗവാൻ കൃഷ്ണസ്തദനുമോദതാം. അംബിക ആ അംബികയോട് പ്രാർത്ഥിക്കുകയാണ്. സ്വസന്താനയുധാം ശിവനും സന്താനങ്ങൾ ചേർന്നിരിക്കുന്നത്, അത് കുടുംബസമേതം ഇരിക്കുന്ന ശിവൻ്റെ ക്ഷേത്രം. ആ സന്താനം മൊത്തം കുടുംബമായിട്ടിരിക്കുകയാണ്. ശിവനും പാർവതിയും പുത്രന്മാരും ഇരിക്കുന്നു. ഈ ഭഗവാൻ കൃഷ്ണൻ എനിക്ക് പതിയായി തന്നെ വരണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. തദനുമോദത ഭൂയാ പതിർമേ ഭഗവാൻ കൃഷ്ണസ്തദനുമോദ, അതിനുവേണ്ടി അനുഗ്രഹിക്കണേ അമ്മേ എന്ന് അമ്മയുടെയൊക്കെ പ്രാർത്ഥിക്കുകയാണ് ദേവി. അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം ഇങ്ങനെ വന്നു. അപ്പോൾ പുറത്ത് വരുമ്പോൾ കൃഷ്ണനോട് പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് കുലദേവി യാത്രയിൽ പോകുമ്പോൾ
അങ്ങ് എന്നെ വന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ വന്നിട്ട് ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ മറന്നേ. ആ ബ്രാഹ്മണൻ തിരിച്ചു വന്ന് പറഞ്ഞിട്ടല്ലേ ദേവി അറിയാം. അപ്പോൾ ആ ബ്രാഹ്മണനെ പറഞ്ഞയച്ച ശേഷം ബ്രാഹ്മണൻ്റെ ഇത് കണ്ടിട്ട് ദേവി ഇങ്ങനെ കാത്തിരിക്കുക. കൃഷ്ണൻ എന്താ പറയുക, വരുവോ വരില്ലയോ ഒന്നും അറിയില്ല. അങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത് മട്ടപ്പാവൻ മണി ഇരിക്കുമ്പോൾ ദൂരെ ആ ബ്രാഹ്മണനെ കാണും. ആ ബ്രാഹ്മണൻ്റെ മുഖത്ത് സന്തോഷം കാണുമ്പോഴേ മനസ്സിലാകും പോയ കാര്യം സക്സസ് അല്ലേ എന്ന് മനസ്സിലാകുന്നുണ്ട്. ആ ബ്രാഹ്മണൻ വന്നു. അപ്പോഴത്തേക്ക് പട്ടപ്പാൻ ചാടി ഇറങ്ങി ഓടി വന്ന ബ്രാഹ്മണൻ്റെ വന്നു. അപ്പോൾ ബ്രാഹ്മണൻ പറഞ്ഞു പോയ കാര്യം സക്സസ് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വലിയ സന്തോഷമായി. ഈ ബ്രാഹ്മണൻ എന്താ ഒരു സമ്മാനം കൊടുക്കുക, ഇത്രയും വലിയൊരു നല്ല വാർത്ത പറയുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് സമ്മാനം കൊടുക്കണം. ഒന്നും കൊടുക്കാൻ തോന്നി, എന്ത് കൊടുത്താലും മതിയാവില്ല എന്ന് തോന്നി ദേവിക്ക്. ലക്ഷ്മി ദേവിയാണ് രുക്മിണി. അതുകൊണ്ട് എന്ത് ചെയ്തു, എന്ത് കൊടുത്താലും മതിയാവും. താൻ സാഷ്ടാംഗമായിട്ടൊരു നമസ്കാരം കൊടുത്തു. ആർക്ക്? ലക്ഷ്മി ദേവിയാണ് സാഷ്ടാംഗം ബ്രാഹ്മണന് കൊടുത്തത്. അങ്ങനെയാണ് ഭഗവാൻ വന്നിട്ടുണ്ടോ എന്ന് അറിഞ്ഞിട്ടുണ്ട്, അവിടെ എത്തിയിട്ടുണ്ട്, ഭഗവാൻ വന്നിട്ടുണ്ടോ എന്ന് ബ്രാഹ്മണൻ പറഞ്ഞു. ആ പ്രകാരം അതുകൊണ്ട് പ്രതീക്ഷിച്ചു. കുലദേവിയുടെ കണ്ടതിന് ശേഷം ഇപ്പോൾ എവിടെ ആയിരിക്കും ആ കൃഷ്ണൻ നിൽക്കുന്നത് അറിയില്ലല്ലോ. വലിയ ജനസഞ്ചാരം. അതായത് ദേവി കുലദേവി യാത്രയിൽ പോകുന്ന സമയത്ത് എല്ലാ രാജാക്കന്മാരും വന്നിരിക്കുന്ന കല്യാണത്തിന് വേണ്ടി വന്നിരിക്കുന്നവരും ദേവിയുടെ സൗന്ദര്യം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് മതിലിൻ്റെ മേലെയും ആനപ്പുറത്തും മരത്തിൻ്റെ മേലെയും ഒക്കെ കയറിയിരിക്കുകയാണ് എല്ലാവരും മതിലിൻ്റെ ഒക്കെ താഴെ വീഴുന്നൊക്കെ ഭാഗത്തിൽ എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആകാംക്ഷ കൊണ്ട് ഇവരിങ്ങനെ ദേവിയെ കാണുന്ന ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അത്രയ്ക്കും ജനം കൂടിയിട്ടുണ്ട് ആ രാജാക്കന്മാരും എല്ലാം. അപ്പോൾ ഇതിനിടയിൽ കൃഷ്ണൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? ഇന്നായിരുന്നെങ്കിൽ എന്തൊരു എളുപ്പമായിരുന്നല്ലേ. ഒരു മിസ് കോളോ ഒരു മെസ്സേജോ കൊടുത്തിരുന്നാൽ മതിയായിരുന്നു അല്ലേ. അറിഞ്ഞില്ല ഞാൻ ഇവിടെ നിൽക്കുമെന്ന് ലൊക്കേഷൻ വേണം ഇട്ട് കൊടുക്കാമായിരുന്നു. അല്ല ഇട്ട് കൊടുത്താൽ കറക്റ്റായിരുന്നു. പക്ഷേ അന്ന് അതൊന്നും ഇല്ലാത്ത കാരണം കൃഷ്ണനെ കണ്ടുപിടിക്കാൻ ദേവി ഇങ്ങനെ നോക്കുക, രുക്മിണി നോക്കുകയാണ്. എങ്ങനെയാണ് ഇപ്പോൾ കണ്ടുപിടിക്കാം എവിടെ നിൽക്കുകയെന്ന് ഇത്രയും എത്തില്ല. പക്ഷേ കൃഷ്ണനെ എവിടെ നിൽക്കുന്നത്? കൃഷ്ണനും അവിടെ ഒരിടത്ത് നിൽപ്പുണ്ട്. രുക്മിണി ദേവി തൻ്റെ കയ്യിലിരുന്ന മാല, അതായത് പൂജ ചെയ്ത മാലയൊക്കെ കൊണ്ട് അടുത്ത് തോഴിയുടെ കൊടുത്തതിന് ശേഷം ഈ നോർത്ത് ഇന്ത്യൻ കല്യാണമാണല്ലോ നടക്കുന്നത്. അപ്പോൾ ഈ ഇതിടുമല്ലോ ഡൂക്കട്ട് ഇടുമല്ലോ, അത് ഇട്ടിട്ടുണ്ട്. അത് കാരണം മുഖം ആർക്കും കാണാമല്ലോ. അപ്പം ഒരു മുഖം അതായത് മുടി ഒതുക്കുന്ന മാതിരി ഇത് പതിയെ ഒന്ന് പൊക്കി ഒരു നോട്ടം നോക്കി എവിടെയാ കൃഷ്ണൻ നിൽക്കുന്നതെന്നൊരു കണ്ടു. നേരെ കൃഷ്ണനെ ഒറ്റ മുഖം നോക്കിയുള്ളൂ. നേരെ കൃഷ്ണൻ്റെ മുഖത്ത് തന്നെയാണ് കണ്ണു പോയത്. ആ ഒരു കണ്ണുകൊണ്ടൊരു സംശയം അതുണ്ട് കാണിച്ചു അല്ലേ. കൃഷ്ണനും പിടികിട്ടി. കൃഷ്ണൻ കണ്ടു അത്ര. പിന്നെ എല്ലാം വളരെ വേഗതയിലിരുന്നു. കൃഷ്ണൻ രഥം കൊണ്ട് ഇങ്ങോട്ട് അതിൻ്റെ ഇടയിൽ കൂടെ വരികയും ആ രുക്മിണിയുടെ കൈ പിടിക്കുകയും രഥത്തിലേക്ക് കയറ്റുകയും പുറപ്പെട്ടു പോയി. ഒരു മാറ്റ് നമ്മൾ പുറപ്പെടാൻ ഇവരോട് പറയാൻ ലേറ്റായി. അതുകൊണ്ട് ഇപ്പോൾ വരുന്നതേ ഉള്ളൂ. തേരിൽ കയറ്റിട്ടേ ഉണ്ടാവുള്ളൂ. എന്തായാലും ഇപ്പോൾ എത്തും. അങ്ങനെ രുക്മിണിയെ ഭഗവാൻ തേരിൽ കയറ്റി കൊണ്ടുവരികയാണ്. തേരിൽ കയറ്റി കൊണ്ട് അപ്പം അവിടുന്ന് ഒരു ശബ്ദം, ഷോ എന്നൊരു ശബ്ദം. ആരുടെ ശബ്ദം? ശിശുപാലം പാവം കല്യാണം കത്തം വെച്ച് വിശ്രമിക്കൊണ്ടിരിക്കുക. കത്ത് മാത്രം കയ്യിൽ, പെണ്ണിനെ ആരോ കൊണ്ടുപോകുന്നത് കണ്ടിട്ടിരിക്കുകയാണ്. അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു ശബ്ദം. ആ നേരത്തിൽ രുക്മി അതായത് സഹോദരൻ സമാധാനിപ്പിച്ചു, ഒട്ടും വിഷമിക്കേണ്ട, ഞാനിപ്പോൾ പോയിട്ട് കൊണ്ടുവരാം. ഇപ്പോൾ പോയിട്ട് കൃഷ്ണനെ തോൽപ്പിച്ച് തോൽപ്പിച്ച് രുക്മിണിയെ തിരിച്ചു കൊണ്ടുവരാം. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്തു, ഞാൻ കൊണ്ടുവരാം എന്നും പറഞ്ഞ് പോകാൻ തുടങ്ങി. എന്നിട്ട് ഒരു വാക്കും കൂടെ പറഞ്ഞു രുക്മി, അതായത് രുക്മിണിയോടല്ലാതെ ഇവിടെ ഞാൻ ഈ വിദേഹം തിരിച്ചു വരില്ല എന്നൊരു വേറെ പ്രതിജ്ഞ വേറെ ചെയ്തിട്ട് പോയി. പിന്നെ തിരിച്ച് വരാൻ പറ്റിയില്ല. എന്നുവെച്ചാൽ വാഗ്ദാനം നിറവേറ്റപ്പെട്ടില്ലല്ലോ, പ്രതിജ്ഞ. അങ്ങനെ ചെയ്തിട്ടാണ് പോയത് രുക്മി. എന്തായാലും രുക്മി പോയി, അങ്ങോട്ട് പോയി. ശിശുപാലനും മറ്റുള്ളവരെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, എന്ത് ചെയ്യണമെന്നുള്ളത് അറിയാതെ. ഈ സമയത്ത് അങ്ങനെ എന്താ പറയുക, രുക്മിണിയെ മോഷ്ടിക്കാൻ വേണ്ടി കൃഷ്ണൻ പോയിട്ടേ ഉള്ളൂ കേട്ടോ. രണ്ടുപേരും കൂടെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും. രണ്ടുപേരും കൂടെ ഒരുമിച്ച് വന്നിട്ട് നമുക്ക് ഭഗവാന്റെ വിവാഹം ഗംഭീരമായിട്ട് നടത്താം. ഭഗവാന്റെ കല്യാണമാണ്. നിത്യ കല്യാണം നടക്കുന്ന ആർക്കായിരിക്കും? ഈ ഭഗവാന് മാത്രമേ ഉള്ളൂ അല്ലേ. ഇതെന്നും കല്യാണം. എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ സപ്താഹങ്ങൾ നടക്കുന്നുണ്ടായിരിക്കും, എവിടെയെങ്കിലുമൊക്കെ കല്യാണം നടക്കുന്നുണ്ടായിരിക്കും. എന്നും കല്യാണം, നിത്യ കല്യാണ രാമനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഒരിക്കലും കല്യാണം ഒഴിഞ്ഞ നാളുണ്ടാവില്ല, എന്നും കല്യാണമാണ്. ആ ഭഗവാന്റെ കല്യാണം ആണ് നമ്മൾ കാണാൻ പോകുന്നത്. രുക്മിണിയുടെ സ്വഭാവ വിശേഷങ്ങളൊക്കെ ഇതിനകത്ത് നന്നായിട്ട് പറയുന്നുണ്ട്. വളരെ നന്നായിട്ട് രുക്മിണിയുടെ സ്വഭാവ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ രുക്മിണിയുടെ ഗുണഗണങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ധൈര്യശാലി ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി രുക്മിണി തുടർന്ന് വരാൻ പോകുന്ന രുക്മിണിയുടെ കഥാപാത്രത്തിനും ഇതിനും തമ്മിൽ ഉള്ള ഒരു വ്യത്യാസം ഒക്കെയാണ് പറയുന്നത്. ഭഗവാൻ വിവാഹം കഴിച്ച് വന്നതിന് ശേഷമുള്ളതും ഒക്കെ ഇതിനകത്ത് നല്ലപോലെ വിവരിക്കുന്നുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്ന രുക്മിണി കഴിഞ്ഞ് വെച്ച് ഭഗവാൻ എത്ര കല്യാണം കഴിച്ചു?
ഇത് തുടക്കം, ഫസ്റ്റാണ് ഇത്, എണ്ണിക്കോളൂ കേട്ടോ. ഇത് ഫസ്റ്റ് കല്യാണമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്ന സ്വയംവരം. പിന്നെ തുടർ കല്യാണങ്ങളാണ്, വീണ്ടും കല്യാണങ്ങളുടെ മേൽ കല്യാണങ്ങളാണ്. എന്തായാലും ശരി, ദേവി ആഗ്രഹിച്ചതുപോലെ തന്നെ, രുക്മിണി ദേവി ആഗ്രഹിച്ചതുപോലെ ഭഗവാൻ ശ്രീകൃഷ്ണനെ കല്യാണം കഴിക്കാൻ പോകുന്നു. എന്തായിരിക്കും രുക്മിണി ഇങ്ങനെ ഭഗവാനെ തന്നെ ആഗ്രഹിച്ചത്? രുക്മിണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സാണ്. ആ മനസ്സ് എപ്പോഴും ഭഗവാനോട് ചേരാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് രുക്മിണി ഭഗവാൻ തന്നെ വേണം എന്നുള്ള രീതിയിൽ ആഗ്രഹിച്ചത്. ആ മനസ്സിൻ്റെ ആഗ്രഹമാണ്. മനസ്സിന് എപ്പോഴും ലയിക്കാൻ പറ്റുന്നത് ഭഗവാനോട് മാത്രമാണ്. മറ്റൊരു വസ്തുക്കളോടും മനസ്സിൽ ലയിക്കാൻ സാധിക്കില്ല, ഭഗവാനോട് മാത്രമേ ലയിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ഭഗവാനോട് അടുക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സ് മുഴുവനുമായിട്ട് അങ്ങനെ ലയിക്കുന്നത്. ആ ദേവിയുടെ ആഗ്രഹം അതായിരുന്നു. അത് തന്നെ നമ്മൾ തീവ്രമായിട്ടുള്ളൊരാഗ്രഹം ഏതാണെങ്കിലും ശരി, എന്തൊരു ആഗ്രഹമാണെങ്കിലും അത് തീവ്രമായിരുന്നാൽ പ്രകൃതി അത് സാധിച്ചു തരും. അതിന് യാതൊരു സംശയവുമില്ല. നമ്മുടെ ആഗ്രഹം എത്ര തീവ്രമാകുന്നുവോ അത് നടക്കും എന്നുള്ളതിന്. അത് പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചിന്ത അങ്ങനെ ഏകോപിപ്പിക്കുമ്പോൾ നമ്മൾ അതിനുവേണ്ടി മാത്രം പ്രയത്നിക്കും, പ്രകൃതി നമ്മുടെ ഒപ്പം വരുമെന്നുള്ളതാണ്. ചേർന്ന് അത് സാധിച്ചു തരാൻ അനുകൂലമായിട്ടുള്ള എല്ലാ ഒത്തുചേർന്ന് അത് സാധിപ്പിച്ചു തരും. അങ്ങനെയാണ് എപ്പോഴും നടക്കും. പ്രകൃതിയുടെ പ്രത്യേക ഒരു സ്വഭാവം അല്ലെങ്കിൽ പ്രകൃതിയുടെ നീതി അങ്ങനെയാണ്, സാധിച്ചു തരുന്നതാണ് നീതി എന്ന് പറയുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് രുക്മിണി ഭഗവാനെ തന്നെ കിട്ടണം എന്ന് ആഗ്രഹിച്ചു. ഭഗവാൻ രുക്മിണി തന്നെ. നമ്മൾ ഓരോരുത്തരും രുക്മിണിമാരാണ്. ഓരോരുത്തരും ഏതാണ് ആഗ്രഹിക്കേണ്ടുന്നത്? ആരെ വേണമെന്ന് ആഗ്രഹിക്കണം? ഭഗവാനെ വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഓരോ രുക്മിണിമാരുടെയും ആഗ്രഹം ആ ഭഗവാനെ വേണമെന്നുള്ളതായിരിക്കണം. അങ്ങനെയുള്ള രുക്മിണി വിവാഹം നടക്കുമ്പോൾ നമ്മുടെ മനസ്സ് മുഴുവനും ആ ഒരു വിവാഹത്തിലേക്ക്, അല്ലെങ്കിൽ രുക്മിണിയും ഭഗവാനും ജീവാത്മാ പരമാത്മ ആ ഒരു ചേർച്ചയിൽ ആയിരിക്കണം കൂടിച്ചേരേണ്ടുന്നത്. മനസ്സ് മുഴുവനും ഇവിടെ ആയിരിക്കണം. ഭഗവാന്റെ വിവാഹത്തിൽ നമ്മളും പങ്കെടുക്കുന്നു. സാധാരണ ഒരു വിവാഹത്തിൽ പങ്കെടുക്കുന്നത് പോലെ അല്ല ഭഗവാന്റെ വിവാഹത്തിൽ പങ്കെടുക്കുന്നു എന്ന് ആലോചിക്കുമ്പോൾ, അങ്ങനെ തോന്നുമ്പോൾ അതിൻ്റെ ഒരു മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് വേണം ആ ഭഗവാന്റെ വിവാഹം നമ്മൾ കാണേണ്ടുന്നത്. എന്തായാലും വേണ്ട, പറയണ്ടെന്ന് പറഞ്ഞു, പറയേണ്ട ഇന്നത്തെ കാലത്ത് കല്യാണം.
ഇവിടെ രുക്മിണി എന്നത് മനസ്സാണ് ഭഗവാനോട് ചേരുന്നത്. അപ്പോൾ നമ്മുടെ ഓരോ വിവാഹം നടക്കുന്ന പെൺകുട്ടികളുടെ മനസ്സിൽ എന്താ ഉണ്ടാവേണ്ടുന്നത്? ഓരോ വിവാഹം കഴിക്കുന്ന പെൺകുട്ടികളുടെ മനസ്സിലും ആ ഭഗവാൻ എന്ന് വെച്ചാൽ ഭഗവാൻ ഈ കൃഷ്ണൻ ഉദ്ദേശിക്കുന്നത് കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഈ കൃഷ്ണൻ അങ്ങനെ വരണമെന്നല്ല പറയുന്നത്. ആ കൃഷ്ണൻ്റെ ഗുണഗണങ്ങളെല്ലാം എല്ലാം അതാ ഈശ്വരീയമായിട്ടുള്ളൊരു ജീവിതം. വിവാഹം എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയാണ്. എന്തിനാണ് ഈ വിവാഹം? നമ്മൾ ഗൃഹസ്ഥ ആശ്രമത്തിൽ കൂടെയാണ് എല്ലാം സാധിച്ചെടുക്കുന്നത്. ഗൃഹസ്ഥാശ്രമം, ഈ 4 ആശ്രമങ്ങൾ, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസവും 4 ആശ്രമമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഗൃഹസ്ഥാശ്രമമാണ്. കാരണം എല്ലാം അതിലാണ് ആരംഭിക്കുന്നത്, ഗൃഹസ്ഥാശ്രമത്തിലാണ് എല്ലാം ആരംഭിക്കുന്നത്. ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും വിവാഹം കഴിക്കുമ്പോൾ അവർ തങ്ങളിലുള്ള വിവാഹമല്ല അത്. അവർ മാത്രമല്ല, 2 കുടുംബം, 2 സംസ്കാരം എല്ലാം ഒത്തുചേരുന്ന ഒരു കൂട്ടായ്മയാണ് വീണ്ടും വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പലതും നോക്കുന്നത്. അങ്ങനെ കല്യാണം കഴിക്കുമ്പോൾ ആ സംസ്കാരങ്ങളുടെ കൂടിച്ചേർത്ത് ഒരു പെൺകുട്ടിയും കല്യാണം കഴിയുന്ന സമയത്ത് അവർ 2 പേരും പരസ്പരം, ഞാൻ നേരത്തെ ദേവഹൂതിയുടെ കല്യാണ നേരത്തിൽ പറഞ്ഞു, പരസ്പര വിശ്വാസം, പരസ്പരമായി 2 പേർക്കുണ്ടാകുന്ന ആത്മശൗചം, അതായത് ശുദ്ധി, 2 പേർക്കുണ്ടാകുന്ന ആദരവ്, പരസ്പര ആദരവ്, ഇതൊക്കെ പരസ്പര ആദരവുണ്ടാവണം. ഇതൊക്കെ ഉണ്ടെങ്കിലാണ് അതേപോലെ എല്ലാ 2 പേരും സൗമ്യമായി സംസാരിക്കാനുള്ള, ഭാര്യ ഭർത്താക്കന്മാർ തങ്ങളുള്ള ആ ഒരു ചേർച്ച, ആ ചേർച്ച ഉണ്ടാവണം. എല്ലാം ഉണ്ടായാൽ മതി ഒരു വിവാഹ ജീവിതം വിജയകരമായി നടത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ സ്വഭാവങ്ങളൊക്കെ നമ്മൾ വിട്ടുവീഴ്ച മനോഭാവം, നേരത്തെ അദ്ദേഹം പറഞ്ഞ അഡ്ജസ്റ്റ്മെൻറ്റ് ശരിയാണ്. ഒരു വിവാഹം ഇപ്പോൾ എല്ലാം അഡ്ജസ്റ്റ്മെൻ്റാണ്. അഡ്ജസ്റ്റ്മെൻ്റ് അല്ല വേണ്ടുന്നത്. എന്താ വേണ്ടുന്നത്? പരസ്പരം അറിയുകയാണ് വേണ്ടുന്നത്. പരസ്പരം മനസ്സിലാക്കി ജീവിച്ചാൽ മാത്രമേ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ. അതിനെന്ത് വേണം? വിട്ടുവീഴ്ച സ്വഭാവം വേണം, മനോഭാവം. അത് ഒരാൾക്കല്ല, 2 പേർക്കും ഉണ്ടാവണം. ആ ഒരു വിവാഹത്തിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് എന്തിനാണ് വിവാഹം കഴിക്കുന്നത്? നമ്മുടെ മാനസിക ഉന്നതി. ഇപ്പോൾ രുക്മിണി തന്നെ ഇപ്പം വിവാഹം കഴിഞ്ഞ ശേഷം ഭഗവാൻ പറയും, എന്തിനാണ് വിവാഹം കഴിക്കുന്നത് ചോദിച്ചാൽ, അങ്ങേപോലെ ആ ഒരു നിലയിലേക്ക് ഞാൻ ഉയരണം, അതിന് വേണ്ടിയിട്ടാണെന്ന്. അതെ, 2 പേരുടെയും ആത്മീയമായ ഉന്നതിക്ക് വേണ്ടി ഒരുമിച്ച് പരിശ്രമിക്കണം. അതുകൊണ്ട് ധർമ്മപത്നി എന്തിനാ പറയുക? ഭർത്താവ് അനുഷ്ഠിക്കുന്ന ധർമ്മത്തിന് കൂട്ടു നിൽക്കുന്ന, ഒരുമിച്ച് യാത്ര ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതിന് ഒരുമിച്ച് തന്നെ പോകണം. അപ്പോഴാണ് ജീവിതം വിജയകരമാകുന്നത്. വിവാഹം കഴിക്കുമ്പോൾ ആരെയോ ഏതോ ബഹളം വെച്ച് കല്യാണം കഴിക്കാതെ നമ്മൾ ഏതൊരു കല്യാണം കഴിച്ചാലും എന്തിനാണ് കല്യാണം കഴിക്കുന്നത്? ഇപ്പോൾ ഉള്ള കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു ചിന്ത ഇല്ലാത്തത് കൊണ്ടാണ് വിവാഹം കഴിച്ചതിൻ്റെ 3ാമത്തെ ദിവസം തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്, അല്ലേ? യാതൊരു നേരത്തെ കൂട്ടി യാതൊരു തീരുമാനവുമില്ലാതെ, ഒരു ലക്ഷ്യവുമില്ലാതെ വെറുതെ കല്യാണം കഴിച്ചിട്ട് പെട്ടെന്ന് പിരിയുക. അപ്പോൾ അങ്ങനെ അല്ലാതിരിക്കണമെങ്കിൽ വിവാഹം എന്താണെന്നും എന്തിനാണ് വിവാഹം കഴിക്കുന്നതെന്നും നമ്മൾ വിവാഹം എന്നത് സാധാരണ ഒരു വിഷയമല്ല. കാരണം വിവാഹം ഒരു സമ്പ്രദായമാണ്. വിവാഹ സമ്പ്രദായം കൊണ്ട് ഒരുമിച്ച് ജീവിക്കാൻ. പക്ഷേ വിവാഹത്തിലൂടെ പലതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഒരു സംസ്കാരത്തിൻ്റെ വളർച്ച, നമ്മുടെ ആചാരങ്ങളുടെ ഒരു വളർച്ച, സംസ്കാരത്തിൻ്റെ വളർച്ച, 2 കുടുംബങ്ങളുടെ വളർച്ച, നമ്മൾ ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ സന്താനങ്ങളുടെ വളർച്ച, അതവരുടെ സംസ്കാരം, ഇതെല്ലാം എവിടെ ആരംഭിക്കുന്നു? ഒരു വിവാഹത്തിലാണ് ആരംഭിക്കുന്നത്, അല്ലേ? അപ്പോൾ ആ വിവാഹ ജീവിതം എങ്ങനെ കൊണ്ടുപോകണമെന്ന് പരസ്പരം ഒരു ധാരണ ഉണ്ടാവണം. അങ്ങനെ വേണം ഇല്ലെങ്കിൽ എന്താകും? പരാജയമാകും. കൂടുതൽ നമ്മൾ കാണുന്ന പരാജയം എന്തുകൊണ്ടാണ്? വിട്ടുവീഴ്ച മനോഭാവം ഇല്ലാത്തത് കൊണ്ടാണ്. ഇവിടെ ഇപ്പോൾ നമ്മളിനി ഭഗവാന്റെ കല്യാണം കഴിയുമ്പോൾ അറിയും, ഈ കല്യാണം കഴിയുമെന്ന് പറയുന്നത് തന്നെ വാസ്തവത്തിൽ നമ്മൾ പ്രയോഗിക്കുന്ന വാക്ക് ശരിയല്ല. കല്യാണം എന്ന് വെച്ചാൽ മംഗളം എന്നാണ് അർത്ഥം. അപ്പോൾ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണ്? മംഗളം കഴിഞ്ഞു എന്നാണോ ആരംഭിക്കുന്നത്? കല്യാണം കഴിഞ്ഞു തമാശയായിട്ട് പറയാറുണ്ട്. അതെ, അത് എന്താ പറയുക, ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹസ്ബൻഡ് ഹിന്ദിയിൽ പറഞ്ഞാൽ മതി. ഹസ്ബൻഡ് കല്യാണം കഴിഞ്ഞുകൊണ്ട് പലപടിയും ഹസ്ബൻഡ് നല്ല പേരാണ്. ഒരു ഇംഗ്ലീഷിൽ ഇട്ടാലെങ്കിൽ അത് അത്ര നാൾ ചിരിച്ചുകൊണ്ടിരുന്ന ആളിൻ്റെ ചിരി നിന്ന് പോകുന്നൊരു സംഭവം. അങ്ങനെ ആകരുത് ജീവിതം, അല്ലേ? അതിനു വേണ്ടിയിട്ടാണ് വിവാഹം കഴിക്കുന്നത്. അല്ലാതെ ആരോ തമാശ പറഞ്ഞ്, പക്ഷെ അത് ശരിയാണ്, അല്ലേ? വൈഫിനൊരു ഇത് കൊടുക്കുന്നുണ്ട്, ഇതൊന്നും വറീസ് ഇൻവൈറ്റഡ് ഫോർ എവറാണ്. വൈഫെന്ന് വെച്ചാൽ അതിൻ്റെ ഫുൾ ഫോമാണ് വറീസ് ഇൻവൈറ്റഡ് ഫോർ എവർ. അത് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങനെയാണ് എല്ലാവരുടെയും ചിന്ത. കേരളത്തിലൊരു പഴമൊഴി പറയും, പൊറോട്ട കഴിക്കാൻ പാടില്ല, കല്യാണം കഴിക്കാൻ പാടില്ലെന്ന്. പക്ഷെ 2 ചെയ്യും, അല്ലേ?
ചെയ്യാതിരിക്കുന്നുണ്ടോ? രണ്ടും ചെയ്യും. ചെയ്ത് കഴിഞ്ഞിട്ടാണ് അറിയുന്നത്. അപ്പം അന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ നമ്മൾ ഒരു വിവാഹ ജീവിതം. പക്ഷേ ഇപ്പോൾ ഇന്നത്തെ കാലത്തുള്ള വിവാഹത്തിന് നമ്മൾ ഈ ഉദാഹരണം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഉദാഹരണം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് വെച്ച് നമ്മളിതൊക്കെ പറഞ്ഞാലും ആരും ഇതൊന്നും എടുക്കുന്ന ഒരു കാര്യത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ വിവാഹത്തിൻ്റെ ഉദ്ദേശം പണ്ട് പൂർവികർ കൽപ്പിച്ചിരുന്നത് ഇതൊക്കെ ആയിരുന്നു. ഒരു കുടുംബ ജീവിതം എങ്ങനെ ആകണം എന്നുള്ളതിന് എല്ലാ ബുദ്ധികളും പറഞ്ഞു തന്നിരുന്നു വിവാഹ സാക്ഷി. അതുകൊണ്ടാണ് പഴയ ആൾക്കാരൊക്കെ കുറേ വർഷങ്ങൾ ജീവിക്കുക. ഇപ്പോൾ ഉള്ള ആൾക്കാർ വളരെ കുറച്ച് ജീവിക്കുക ചെയ്യുന്നതിന് കാരണം അതൊന്നും കേൾക്കാതെയും അനുസരിക്കാതെയും പോകുന്നത് കൊണ്ടാണ്. അപ്പം രുക്മിണി സ്വയംവരം എന്ന് പറയുന്ന സമയത്ത് രുക്മിണി സ്വയമായിട്ട് തീരുമാനിക്കുകയാണ്. അതുകൊണ്ട് സ്വയംവരം എന്ന് പറഞ്ഞാൽ തന്നെ സ്വയം എടുക്കുന്ന തീരുമാനമാണ്. ഇന്നത്തെ കുട്ടികളും സ്വയം തീരുമാനം എടുക്കുന്നുണ്ട് അല്ലേ? പക്ഷേ രുക്മിണി എടുക്കുന്ന തീരുമാനം പോലെ അല്ല ഇന്നത്തെ കുട്ടികൾ എടുക്കുന്ന തീരുമാനം. ഒട്ട് ആലോചിക്കാതെ ഉള്ള തീരുമാനം. രുക്മിണി നന്നായിട്ട് ഭഗവാനെക്കുറിച്ച് അറിഞ്ഞ് അങ്ങനെ തന്നെ വേണമെന്ന് ദൃഢനിശ്ചയത്തോട് കൂടിയിട്ടാണ് കൃഷ്ണനെ വരിക്കാൻ വേണ്ടിയിരിക്കുന്നത്. പക്ഷെ ഇന്നത്തെ കുട്ടികൾ അതാണോ? എന്തെങ്കിലും ഒന്ന് കണ്ട് മോഹിച്ച് ആ മോഹത്തിൻ്റെ പുറകെ പോകുന്നവരാണ്. അതുകൊണ്ട് എന്താകുന്നു? അത് പരാജയമാകുന്നു. അപ്പം വിവാഹം എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് വിവാഹം ആർക്കും വേണ്ടല്ലോ. വിവാഹമേ വേണ്ടെന്ന് വെച്ചിരിക്കുന്ന സമയമാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിൽ ഇപ്പോൾ വിവാഹം വേണ്ടാന്ന് കരുതുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അതിനെന്താ കാരണം? കുറേ പരാജയങ്ങൾ കണ്ട് നമ്മുടെ ഇതും അങ്ങനെ ആയിപ്പോകുമോ എന്നുള്ളൊരു ഭയം. ഈ വിവാഹം എന്ന് പറഞ്ഞാൽ ഭഗവാൻ നിശ്ചയിക്കുന്ന കാര്യമാണ്. ഒരാൾക്ക് ഇന്നാർക്ക് ഇന്നാരെன்று എഴുതി വയ്ത്താരേ ദേവൻ നன்று തമിഴിൽ പറയും. ഇന്നാർക്ക് ഇന്നാരെன்று എഴുതി വയ്ത്താരേ ദേവൻ അன்று. എപ്പോൾ നമ്മൾ പിറക്കുമ്പം തന്നെ ഇന്നാർക്ക് ഇന്നാരാണ് അത് ഭാര്യ ഭർത്തന്മാരാകുമ്പോൾ അന്ന് എഴുതി വെച്ചതാണ്. നമ്മൾ അറിയുന്നില്ലെങ്കിൽ അന്ന് എഴുതി വെച്ചതാണ്. അത് മാറ്റാൻ ആർക്കും സാധ്യമല്ല. അപ്പോൾ ഭഗവാനായിട്ട് കൂട്ടിച്ചേർത്ത് വയ്ക്കുന്ന രണ്ടുപേരും തുടർന്ന് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് കൂട്ടി വയ്ക്കുന്നതെങ്കിലും ഇവർ വീണ്ടും പരസ്പരമുള്ള ധാരണയില്ലായ്മ കൊണ്ട് അത് പലപ്പോഴും പല പ്രശ്നങ്ങളിലും ആയിത്തീരുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഇങ്ങനെ വിവാഹങ്ങളൊക്കെ പ്രശ്നങ്ങളാകുമ്പോൾ ഇന്ന് ആർക്കാണ് ബാധിക്കുന്നത്? കുട്ടികൾക്കാണ് ബാധിക്കുന്നത്. സന്താനങ്ങൾ, കുട്ടികൾക്ക് അവരെല്ലാം വഴിതെറ്റിപ്പോകുന്നു. അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നം കാരണം കുട്ടികളും വഴിതെറ്റി പോകുന്നൊരു കാലഘട്ടമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ആരംഭം എന്ന് പറയുന്നത് അപ്പോൾ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പണ്ടൊക്കെ ആണെങ്കിൽ കുറേയധികം വ്രതങ്ങളും ഒക്കെ എന്നിട്ടാണ് വിവാഹം കഴിക്കുന്നത്. ആ വിവാഹത്തിന് വേണ്ടിയിട്ട് കുറേ വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കണം. ഇപ്പോൾ അതൊന്നും നമുക്കില്ലാതെ പോയി. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെയൊക്കെ ഒരു പരാജയം സംഭവിക്കുന്നത്. കൃഷ്ണൻ്റെ വിവാഹം മുഹൂർത്തം അടുത്തിരിക്കുകയാണ്. ഇനി അടുത്ത് കഴിക്കാൻ പോവുകയാണ് ഭഗവാൻ. രുക്മിണിയും ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാൻ തമ്മിലുള്ള രുക്മിണി സ്വയംവരം വിദർഭ ദ്വാരകയിൽ രാജകൊട്ടാരം നടക്കുകയാണ്. ഭഗവാൻ അവിടുന്ന് കൊണ്ടുവന്ന് കൃഷ്ണ വീണ്ടും ദ്വാരകയിലേക്ക് കൊണ്ടുവന്നു. ദ്വാരകയിൽ കൊണ്ടുവന്ന് യഥാവധി നടക്കുന്ന വിവാഹമാണ് ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത്. ശ്രീശുക ഉവാച ഏവം ഭഗവതാ തന്യേ രാമേണ പ്രതിബോധിത വൈമനസ്യം പരിത്യജ്യ മനോബുദ്ധ്യാ സമാദതേ പ്രാണാവശേഷ ഉത്കൃഷ്ടോ ദിഗ്ഭിർഹതബലപ്രഭ സ്മരൻ വിരൂപകരണം വിദധാത്മനോരഥാം ചക്രേ ഭോജകടം നാമ നിവാസായ മഹൽപുരം അഗത്താ ദുർമതിം കൃഷ്ണ അപ്രത്യഹ്യവീയസിം കുണ്ടിനം ന പ്രവേക്ഷ്യാമീത്യുക്താ തത്രാവസർഷാം ഭഗവാൻ ഭീഷ്മകസ്തുധാമേവം നിർജിത്യ ഭൂമിഭാൻ പുരമാനീയ വിധിവ ഉപയേമേ കുരുദ്ദഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണ 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 നാരായണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.
നാരായണ 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 സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ തദാ മഹോത്സവോ നൃണം യദുപുര്യം ഗൃഹേ ഗൃഹേ അഭൂതനാന്യഭാവാനം കൃഷ്ണേ യദുവദോ നൃപ നരാ നാര്യശ്ച മോദിത പ്രമിഷ്ടമണികുണ്ടല പാരിബർഹമുപാജഹ്രോവ്യ പരയോ ചിത്രവാസസോ സാ വൃഷ്ണി പര്യുത്തവിതേന്ദ്രകേതുഭിർവിചിത്രമാല്യംബരരത്നതോരണേ ബഭൗ പ്രതിധ്യാരുവക്ലക്ത മംഗളേ ആപൂർണകുംഭാകരുദൂപദീപകേ സിക്തമാർഗമദച്യുദ്ഭിരാഹൂതപ്രേഷ്ടഭൂഭുജം ഗജേർദാസുപരാമൃഷ്ട അംഭാഭോഗോപശോഭിതം കുരുസൃഞ്ജയ കൈകേയ വിദർഭ യദുകുന്ദയ മിഥോ മൂദിരേ തസ്മിൻ സംഭ്രമാൽ പരിധാവതം രുക്മിണ്യാഹരണം ധൃത്വ ഗീയമാനം തതസ്തദാ രാജാനോ രാജകന്യാം ച ബഭൂവുർവൃഷവിസ്മിതാഹം ദ്വാരകായാമഭൂരാജൻ മഹാമോദപുരൗകസം രുക്മിണ്യാരമയോപേതം ദൃഷ്ട്വാ കൃഷ്ണം ശ്രിയപതിം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരകം സംഹിതയാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ രുക്മിണ്യദാഹോ നാമ ചതുഃപഞ്ചാശത്തമോऽധ്യായः. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ബോലോ ശ്രീകൃഷ്ണ രുക്മിണി ഭഗവാന് കീ ജയ്. സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹര നമ പാർവതീപതയേ ഹര ഹര മഹാദേവ ജാനകീ ജീവന സ്മരണം ജയ ജയ രാമ രാമ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ രുക്മിണി സമേതനായ ഭഗവാന്റെ മുമ്പിൽ പറയിടാനും നെയ്വിളക്ക് കത്തിക്കാനൊക്കെയുള്ള സമയമാണ്. വഴിപാടെടുത്തവരൊക്കെ രുക്മിണി ദേവിയായിട്ട് വേഷം ധരിച്ച കൂട്ടി ആദ്യം ഇടുക. അതിനുശേഷം എല്ലാവർക്കും ക്രമമായിട്ട് വന്ന് സ്വസ്ഥരായിട്ട് വന്ന് വഴിപാട് കഴിക്കുക. ഇവിടെ ഭഗവതിയുടെയും ഭഗവാന്റെയും പ്രീതിക്കായിട്ട് നാമസങ്കീർത്തനം ഉണ്ടായിരിക്കും.
സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ആ സമയത്ത് രുക്മിണി ഭഗവാന്റെ കാലിൽ പിടിച്ചിട്ട് പറഞ്ഞു, യോഗീശ്വര പ്രമേയാത്മൻ ദേവദേവ ജഗത്പദേ ഹന്തും നാർഗസി കല്യാണ ഭ്രാതരം മേ മഹാഭുജാം. ഭഗവാൻ കൃഷ്ണ കൃഷ്ണ, ഭഗവാന് എൻ്റെ സഹോദരനാണ്, അതുകൊണ്ട് കൊല്ലരുതേ എന്ന് അഭ്യർത്ഥിക്കണം. കാല് പിടിച്ചിട്ട് പറയുകയാണ്. അപ്പോൾ ഭഗവാനും വിചാരിച്ചു, ഇനി ആദ്യമായിട്ട് രുക്മിണിയെ വിവാഹം കഴിച്ച ഉടനെ തന്നെ ആദ്യം ഈ സഹോദരനെ കൊന്നു കഴിഞ്ഞാൽ എന്നും അവർ ഇതുണ്ടാകില്ലേ, കല്യാണം കഴിഞ്ഞ് ആദ്യം ചെയ്തു. അതുകൊണ്ട് അങ്ങനെ വേണ്ടാന്ന് ഭഗവാനും നിശ്ചയിച്ചു. എന്ത് ചെയ്തു? ആ രുക്മിയെ തൻ്റെ തേരിൻ്റെ കാലിൽ കെട്ടിയിട്ടു, മുടിയൊക്കെ മുറിച്ചിട്ട് കെട്ടിയിട്ടു, ഉത്തരീയം കൊണ്ട് കെട്ടിയിട്ടു എന്നാണ് പറയുന്നത്. ആ കെട്ടിയിട്ട സമയത്ത് ആര് വന്ന്? ബലരാമസ്വാമി വന്നു. ബലരാമസ്വാമി വന്ന് പറഞ്ഞു, എന്താ കൃഷ്ണായി കാണിക്കുന്നത്? ആ കുട്ടി തന്നെ ഭയന്നിട്ടുണ്ടാവുമല്ലോ ഇപ്പോൾ വന്നിട്ട്. ക്ഷത്രിയന്മാരുടെ ഒരു സ്വഭാവമാണ് ഇങ്ങനെ, വാളെടുത്താൽ ആ വാൾ താഴെ വെക്കില്ല, ഒരാളെ കൊല്ലാതെ വെക്കില്ല, അങ്ങനെയാണ് ഇത്. ഇപ്പം അതിന് പകരം എന്ത് ചെയ്താൽ മുടിയൊക്കെ മുറിച്ച് ആ കെട്ടിയിട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി തന്നെ ഭയപ്പെടുമല്ലോ, കൃഷ്ണ നീ ചെയ്തിട്ടും ശരിയായില്ല. എന്നിട്ട് ദേവിയോട് പറയും, രുക്മിണിയോട് പറയും, ഈ ക്ഷത്രിയന്മാരിങ്ങനെയാണ്, എല്ലാത്തിനും തിരക്ക് ധൃതിപ്പെടും, എടുത്തു ചാടി ഓരോന്നൊക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കും. അങ്ങനെ കൊണ്ടുപോയി ഇവർ രണ്ടുപേരും ദ്വാരകയിൽ ചെന്നതിന് ശേഷം എല്ലാവരും കൂടി ചെല്ലുന്നു. അവിടെ എല്ലാ ഒരുക്കങ്ങളും തീർച്ചയാക്കി വെച്ചിരുന്നു. അവിടെയാണ് ഭഗവാന്റെ വിവാഹം മംഗളമായി നടന്നേറിയത്. മംഗളമായിട്ട് നടന്നു. ഇനി പക്ഷെ നമുക്കിനിപ്പം കുറച്ച് ഭജൻസൊക്കെ പാടണം എന്നുണ്ടായിരുന്നു. പക്ഷെ മൈക്ക് ശരിയില്ലാത്ത കാരണം വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. പക്ഷെ കാരണം ഉത്സാഹമായിട്ട് പാടേണ്ടെന്ന് കൊണ്ടാടേണ്ടെന്ന് ഇതാണ്. എന്തായാലും എല്ലാവരും കല്യാണത്തിൽ പങ്കെടുത്തതിൽ വളരെ സന്തോഷം. എല്ലാവരും പ്രസാദമൊക്കെ വാങ്ങിച്ചിട്ട് വേണം പോകാൻ. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറുതെ കൈയോടെ പോകാൻ പാടില്ല. അതുകൊണ്ട് എല്ലാവരും പ്രസാദമൊക്കെ വാങ്ങിച്ചിട്ടേ പോകാവുള്ളൂ. കല്യാണം ഇനി നാളെ എൻ്റെ അടുത്ത ബാക്കി ഭാഗങ്ങളൊക്കെ നമുക്ക് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കണ്ണനിന്നു കല്യാണമായി, എൻ്റെ കണ്ണനിന്നു കല്യാണമായി, കണ്ണനിന്നു കല്യാണമായി, എൻ്റെ കണ്ണനിന്നു കല്യാണമായി, കണ്ണനിന്നു കല്യാണമായി, എൻ്റെ കണ്ണനിന്നു കല്യാണമായി. രാധയോ സഖി മീരയോ ശ്രീരുക്മിണി സത്യഭാമയോ, രാധയോ സഖി ശ്രീരുക്മിണി സത്യഭാമയോ, കണ്ണനിന്നു കല്യാണമായി, എൻ്റെ കണ്ണനിന്നു കല്യാണമായി, കണ്ണനിന്നു കല്യാണമായി, എൻ്റെ കണ്ണനിന്നു കല്യാണമായി. രാധയോ സഖി മീരയോ ശ്രീരുക്മിണി സത്യഭാമയോ, രാധയോ സഖി മീരയോ ശ്രീരുക്മിണി സത്യഭാമയോ, കണ്ണനിന്നു കല്യാണമായി, എൻ്റെ കണ്ണനിന്നു കല്യാണമായി, കണ്ണനിന്നു കല്യാണമായി, എൻ്റെ കണ്ണനിന്നു കല്യാണമായി. രുക്മിണി കല്യാണ വൈഭോഗമേ, രുക്മിണി കല്യാണ വൈഭോഗമേ, സീതാ കല്യാണ വൈഭോഗമേ, സീതാ കല്യാണ വൈഭോഗമേ, കണ്ണനിന്നു കല്യാണമായി, എൻ്റെ കണ്ണനിന്നു കല്യാണമായി, കണ്ണനിന്നു കല്യാണമായി, എൻ്റെ കണ്ണനിന്നു. രാധയോ സഖി മീരയോ ശ്രീരുക്മിണി സത്യഭാമയോ, രാധയോ സഖി മീരയോ ശ്രീരുക്മിണി സത്യഭാമയോ, ശ്യാമസുന്ദര 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 രുക്മിണി രമണ ശ്യാമസുന്ദര 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 രുക്മിണി രമണ ശ്യാമസുന്ദര, കണ്ണനിന്നു കല്യാണമായി, എൻ്റെ കണ്ണനിന്നു കല്യാണമായി,
സർവത്ര ഗോവിന്ദ. പങ്കജാക്ഷൻ കടൽ വർണ്ണൻ വാസുദേവൻ ജഗന്നാഥൻ നാരദാദി മുനി ജനവന്ദിതൻ കൃഷ്ണൻ. പങ്കജാക്ഷൻ കടൽ വർണ്ണൻ വാസുദേവൻ ജഗന്നാഥൻ നാരദാദി മുനി ജനവന്ദിതൻ കൃഷ്ണൻ. ഭാര്യമാരും 16,000 സാന്ദ്രമോതും ദ്വാരകയിൽ വസിക്കും കാലം. ഭാര്യമാരും 16,000 സാന്ദ്രമോതും ദ്വാരകയിൽ വസിക്കും കാലം. പത്മനാഭനൊരു ദിനം പങ്കജാക്ഷി രുക്മിണിയെ സാരസ്യമായി വിളിച്ചങ്ങ് അരുളി ചെയ്തു. പത്മനാഭനൊരു ദിനം പങ്കജാക്ഷി രുക്മിണിയെ സാരസ്യമായി വിളിച്ചങ്ങ് അരുളി ചെയ്തു. സാരസലോചനെ ബാലെ രുക്മിണി നീ വരികില്ലേ, ചൂതിനായിട്ടിരുന്നാലും വൈകരുതേതും. ചൂതിനേറ്റം പരിചയമില്ലെനിക്കു ജീവനാഥ, എങ്കിലും ഞാൻ കളിച്ചിടും ഒന്നു ചൊല്ലേണം. ചൂതിനേറ്റം പരിചയമില്ലെനിക്ക് ജീവനാഥ, എങ്കിലും ഞാൻ കളിച്ചിടും ഒന്നു ചൊല്ലേണം. കൈതവാഴി അരുൾ ചെയ്തു, രുക്മിണി നീ തോറ്റുവെങ്കിൽ ഭൂപധനം നൃപധനം പറഞ്ഞിടണം. കൈതവാഴി അരുൾ ചെയ്തു, രുക്മിണി നീ തോറ്റുവെങ്കിൽ ഭൂപധനം നൃപധനം പറഞ്ഞിടണം. കേശവ നീ തോറ്റുവെങ്കിൽ അന്യനാരീ ജനങ്ങളെ തൊടുകയില്ലിനി മേലിൽ എന്നുരയ്ക്കണം. കേശവ നീ തോറ്റു എങ്കിൽ അന്യനാരീ ജനങ്ങളെ തൊടുകയില്ലിനി മേലിൽ എന്നുരയ്ക്കണം. രുക്മിണി നീ തോറ്റുവെങ്കിൽ നിന്നധരം പണയം വൈകിടാതെ ഇന്നെനിക്കു തരിക വേണം. രുക്മിണി നീ തോറ്റു എങ്കിൽ നിന്നധരം പണയം വൈകിടാതെ ഇന്നെനിക്കു തരിക വേണം. വീരവാദം പലകയിൽ ചൂതെടുത്തു തടുക്കയിൽ വെട്ടുവാനായി ചുരികയും വെട്ടിടുകയും. പൂമുടിക്കെട്ടഴികയും പുഷ്പജാലം കൊഴികയും മുല്ലമാല കെട്ടഴിഞ്ഞു നിലത്തു വീണു. ഇപ്രകാരം ഇരുവരും കൈപിടിച്ചു കടാക്ഷിച്ചു ചിത്രമായ മെത്ത തന്നിൽ ശയിച്ചു കൃഷ്ണൻ. ഇപ്രകാരം ഇരുവരും കൈപിടിച്ചു കടാക്ഷിച്ചു ചിത്രമായ മെത്ത തന്നിൽ ശയിച്ചു കൃഷ്ണൻ. പാതിരാത്രിയും കഴിഞ്ഞു കോഴി കൂവുന്നതും കേട്ടു, ഇനിയുള്ള കളി ശേഷം നാളെയാകട്ടെ. പാതിരാത്രിയും കഴിഞ്ഞു കോഴി കൂവുന്നതും കേട്ടു, ഇനിയുള്ള കളി ശേഷം നാളെയാകട്ടെ. ഇനിയുള്ള കളി ശേഷം നാളെയാകട്ടെ. ഇനിയുള്ള കളി ശേഷം നാളെയാകട്ടെ. സർവത്ര ഗോവിന്ദ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ജയ ജയ ഭാഗവത ദേവ, ജയ ജയ ഭാഗവത. ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ, ജയ ജയ ഭാഗവത ദേവ, ജയ ജയ ഭാഗവത.
രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ഗോവിന്ദ ഗോവിന്ദ നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു നമസ്തേ നമസ്തേ ഗദാചക്രപാണേ നമസ്തേ നമസ്തേ പ്രപന്നാട്ടഹാരിം സമസ്താപരാധം ക്ഷമസ്വാഖിലേശ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേ സമർപ്പയാമി സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.